أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون صدق الله مولانا العلي العظيم وصدق وبلغ نبيه الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. نعمتان مغبون فيهما كثير من الناس الصحة والفراغ قال رسول صلى الله عليه وسلم तुझे आबा से अपने कोई निस्बत हो नहीं सकता कि तू गुफ्तार हो किरदार तू साबित हो सैयारा गवा दी हमने जो असलाफ से मीरास पाई थी गवा दी हमने जो असलाफ से मीरास पाई थी सुरैया से जमीन पर आसमाने हमको दे मारा. എനിക്കേറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിലും വേദിയിലുമായി ഒരുമിച്ച് കൂടി നിൽക്കുന്ന പണ്ഡിതന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട രാവിൽ, ഈ പരിശുദ്ധമാക്കപ്പെട്ട രാത്രിയിൽ പാപകൂമ്പാരങ്ങൾ കൊണ്ട് പാപക്കൊട്ടാരം പണിത അവന്റെ പാവപ്പെട്ട അടിമകൾ, അല്ലാഹുവിന്റെ പാവപ്പെട്ട അടിമകൾ ഏകനായ പടച്ചറബിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോ ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിനെ അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന സദസ്സിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട വേദിയെയും സദസ്സിനെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ സംഗമത്തിനേക്കാൾ ഇതിലേറെ അച്ചടക്കത്തിലും ഇതിലേറെ സന്തോഷത്തിലും നാളെ അവന്റെ ജന്നാത്തുൻ നഈമിൽ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാളെ ഹിസാബിന്റെ അവസരത്തിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഒരു സംഗമത്തെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് ഹിസാബ് ഉണ്ടാകുമ്പോ ഏതൊരു വ്യക്തിയുടെയും വലത് ഭാഗം തൂങ്ങാൻ ആരും കൊതിക്കുന്ന ആ അവസരത്തിൽ നമ്മുടെ ഏവരുടെയും വലത് ഭാഗത്തുള്ള മീസാന് തൂങ്ങാൻ ഏറ്റവും ഫലപ്രദമായ ഒരു അമലായി അല്ലാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ ഈ വിനീതനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് സ്നേഹപൂർവം യുവത്വത്തിനോട് എന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ പറയൂ സഹോദരൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിലേക്ക് കടന്നു വരുന്നതിന് തൊട്ടു മുമ്പ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ സദസ്സ് സംഘടിപ്പിക്കുവാൻ വേണ്ടി ഓടിച്ചാടി നടക്കുന്ന റാഫി എന്ന പേരുള്ള നിങ്ങൾക്കേവർക്കും അറിയാവുന്ന യുവകോമളൻ എന്നോട് പറയുകയുണ്ടായി, ഈ പരിശുദ്ധമായ സദസ്സ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരെ കൊണ്ടും ഒരു 11 സ്വലാത്തിനെ നിങ്ങൾ നേർച്ചയാക്കാൻ പറയണം. ഈ പരിശുദ്ധമാക്കപ്പെട്ട വേദി, ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സ്, ഈ മതപ്രഭാഷണ വേദി വിജയിക്കുവാൻ വേണ്ടിയാണത്. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകന്റെ റൗദാ ഷരീഫിലേക്ക് സ്നേഹത്തിന്റെ ഒരു 10 സ്വലാത്തുകൾ മനസ്സിലിരുത്തിക്കൊണ്ട് എല്ലാവരും ഒന്ന് കരുതുക. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന്റെ അവസാനത്തിൽ വെച്ച് നാം അത് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യും. അതുകൊണ്ട് ഇനി ആരെങ്കിലും വളരെ അത്യാവശ്യത്തിന് ഈ സദസ്സിന്റെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവരോട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്വലാത്ത് നിങ്ങൾ പൂർത്തീകരിച്ചിട്ടേ പോകാവൂ എന്നുള്ള വിനീതമായ ഭാഷയിൽ നിങ്ങളോട് വളരെ കെഞ്ചിക്കൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അതിവിശാലമായ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യട്ടെ. സ്നേഹപൂർവം യുവത്വത്തോട് എന്ന ഈ വിശാലമായ വിഷയത്തെ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചിത്രകാരനെ പോലെ ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചിത്രത്തെ ഇട്ടുതരാൻ മാത്രം ഈ സദസ്സിൽ വെച്ച്, ഈ വേദിയിൽ വെച്ച് ഏറ്റവും ഉന്നതനായ ഒരു ചിത്രകാരനല്ല ഞാനെന്നറിയാം.
എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് ഗ്രഹണമായ പഠനം നടത്തിയിട്ട് ആ വിഷയത്തെ നിങ്ങൾക്ക് മുമ്പിൽ സമ്മാനിച്ചിട്ട് നിങ്ങളോടെല്ലാം സലാം പറഞ്ഞ് പിരിയാൻ മാത്രം നിങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ യോഗ്യനായ പണ്ഡിതനല്ല ഞാനെന്നറിയാമെന്ന ഉത്തമ ബോധത്തോടുകൂടെ ഞാൻ നിങ്ങളെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അവസരത്തിൽ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ച ഒരു കഥയാണ്. ഒരു സയൻസിന്റെ ക്ലാസ് മുറി, വിദ്യാർത്ഥികളെല്ലാം വളരെ സന്തോഷത്തോടുകൂടെ വളരെ ആർജവത്തോടുകൂടെ ആരംഭത്തോടുകൂടെ കൈയടിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. കാരണം ഇതേവരെ ജീവിതത്തിൽ അവർ ഇത്രയേറെ സന്തോഷത്തിൽ ഇത്രയേറെ ആഹ്ലാദ നിബിഡമായി കൊണ്ട് ഇത്രയേറെ സന്തോഷിച്ചുകൊണ്ട് അവർ ഒരൊറ്റ സയൻസിന്റെ ക്ലാസ്സിലും പങ്കെടുത്തിട്ടില്ല. കാരണം ആ സയൻസിന്റെ ക്ലാസ്സിൽ മാത്രം സയൻസിന്റെ സാറ് ഒരു തവളയെ കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് ആ തവളയെ ചുമരിൽ അതിന്റെ 4 കാലുകളും ഇങ്ങനെ അടിച്ചിട്ട് അതിന്റെ വയറ് കീറിയിട്ട് അതിന്റെ റീപ്രൊഡക്ഷൻ തൊട്ട് അതിന്റെ വിസർജനം തൊട്ട് അതിന്റെ ഭക്ഷണം എല്ലാം ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ വിദ്യാർത്ഥികളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് കൈയടിക്കുകയാണ്. അങ്ങനെ പരീക്ഷണ വസ്തു കഴിഞ്ഞ് 1 മണിക്കൂർ സയൻസിന്റെ ക്ലാസ്സിന് ശേഷം അല്പം ചില വിദ്യാർത്ഥികൾ വന്നിട്ട് ആ തവളയുടെ ശരീരം ഒന്ന് നൂലുകൊണ്ട് തുന്നുകയാണ്. വേദന സഹിക്കവയ്യാതെ ആ തവള ഒന്ന് പിടഞ്ഞു. ആ പിടയുന്നത് കണ്ടപ്പോ വിദ്യാർത്ഥികളെല്ലാം താനെന്തോ നേടിയതുപോലെ താനെന്തോ കീഴടക്കിയതുപോലെ എല്ലാവരും ആർത്തഹട്ടസിച്ചുകൊണ്ട് കൈയടിക്കുകയാണ്. എന്നിട്ട് അതിനെ പിടിച്ച അതേ സ്കൂളിന്റെ കുളക്കരയിലേക്ക് തന്നെ കൊണ്ടുചെന്നിട്ടപ്പോ ആ വിദ്യാർത്ഥികളെ ഒരു പ്രാവശ്യം കൂടെ നോക്കിക്കൊണ്ട് ഒരു പ്രാവശ്യം കൂടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആ തവള ആ കുളത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് നീന്തുകയാണ്. വിദ്യാർത്ഥികളും മാഷും കൈയടിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് ആ തവള അടിയിലേക്ക് പോകുമ്പോൾ ഒരു കഥയാണെങ്കിലും ഇത് ഞാൻ പറയാം. കാരണം ഇതിൽ നമുക്കൊരു ഗുണപാഠമുണ്ട്. ആ തവള താഴേക്ക് പോവുകയാണ്. അതിന്റെ ഭർത്താവിനെയും അതിന്റെ ഭാര്യയെയും അതിന്റെ പൊന്നുമക്കളെയും കാണുമ്പോൾ ഭാര്യയും പൊന്നുമക്കളും പൊട്ടി കരയുകയാണ്. ആ തവളയുടെ വയറിങ്ങനെ ചീന്തിയിട്ട് അതിൽ നിന്ന് ഒലിക്കുന്ന രക്തവും ആ തവള ഇതുവരെ ആസ്വദിച്ചിട്ടില്ലാത്ത ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ജീവിതമാണ് ഇനി ആസ്വദിക്കുവാനുള്ളത്. ആ തവളയുടെ ശരീരത്തിൽ ഇങ്ങനെ മനുഷ്യ കൈകള് നടത്തിയിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ ഭാര്യയും പൊന്നുമക്കളും പൊട്ടി കരഞ്ഞപ്പോ ആ പൊന്നുമക്കളെ വിളിച്ചുകൊണ്ട് അവസാനമായി ആ തവള നൽകിയ ഒരു വസിയത്തുണ്ട്. ആ തവള നൽകിയ ഉപദേശമുണ്ട്. ജീവിതമേതായാലും ഒന്നേയുള്ളൂ. ജീവിതമേതായാലും ഒന്നേയുള്ളൂ. ആ ജീവിതം സന്തോഷത്തിൽ ആ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നാം കാരണം മറ്റൊരാൾക്കൊരു ഉപകാരം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യുക. ഞാൻ ഇത്രയും കാലം ജീവിച്ചതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിച്ചത് ഇന്ന് ഈ ദിവസം മാത്രമാണ്. കാരണം 1 മണിക്കൂർ ഈ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് പാഠശാലയാകാൻ പാഠവസ്തുവാകാൻ ഞാൻ കാരണമായി എന്നുള്ള ഒരേ ഒരു കാരണമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചതെന്ന് ആ തവള അവിടെ നിന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഒരേ ഒരു ജീവിതം മാത്രമാണ് മനുഷ്യനിക്കുള്ളത്. ആ ജീവിതം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പക്കൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ദഅവത്ത്, ആ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ദഅവത്തിനെ പരിശുദ്ധമായ പ്രവാചകന്റെ തലയിൽ കെട്ടിവെച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനിക്ക് എന്തായാലും തന്റെ സമൂഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ഉത്തരവാദിത്യമായി വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ആദ്യമായിട്ട് സഫ എന്ന് പേരുള്ള പരിശുദ്ധമാക്കപ്പെട്ട കുന്നിന്റെ മുകളിലേക്ക് കയറുകയാണ്. ലോകത്തിന്റെ നായകൻ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട സഫ എന്ന പേരുള്ള പരിശുദ്ധമാക്കപ്പെട്ട കുന്നിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഇസ്ലാമിന്റെ ദഅവത്ത് തുടങ്ങുകയാ. എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, എന്റെ പ്രിയപ്പെട്ട ഖുറൈശി സമൂഹമേ, ഇന്നലെ വരെ നിങ്ങൾ ആരാധിച്ചിരുന്ന ഈ ബിംബങ്ങളെല്ലാം വെറും കല്ലുകൾ മാത്രമാ. ഇന്നലെ വരെ നിങ്ങൾ ആരാധിച്ചിരുന്ന ഈ ദൈവങ്ങളെല്ലാം വെറും മൺപൊടികളാണ്, അവ വെറും കല്ലുകളുടെ കഷ്ണങ്ങൾ മാത്രമാണെന്ന് തുടങ്ങിയിട്ട് ലോകത്തിന്റെ നേതാവ് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയപ്പോ അവരിൽ നിന്ന് പലരും കൂക്കി വിളിക്കുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകനിക്കെതിരെ അവരിൽ നിന്ന് പലരും വിളിക്കുകയാ, കള്ളനെന്നോ, എടോ മുഹമ്മദേ നീ കള്ളനാണടാ, നിനക്ക് ഭ്രാന്താണടാ, നീ തമ്മാടിയാണടാ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സദസ്സിന്റെ മധ്യത്തിൽ വെച്ച് അവരിങ്ങനെ ആരോപണങ്ങളെ വലിച്ചെറിയുമ്പോ ഇന്നലെ വരെ അല്ലമീൻ എന്ന് വിളിച്ചവരാ, ഇന്നലെ വരെ ലോകത്തിലെ ഏറ്റവും വലിയ സത്യസന്ധൻ മുഹമ്മദാണെന്ന് പ്രഖ്യാപിച്ചവരാ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം പ്രബോധനം ചെയ്തപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകനിക്കെതിരെ കള്ളനെന്നും തമ്മാടിയെന്നും വിഡ്ഢിയെന്നും പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സഫ എന്ന പേരുള്ള പരിശുദ്ധമാക്കപ്പെട്ട കുന്നിന്റെ മുകളിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ വിയർക്കുകയാ. ഒരു പ്രാവശ്യം കൂടെ ലോകത്തിന്റെ നേതാവ് ചോദിക്കുകയാ, ഈ സദസ്സിൽ നിന്ന് ഏകനായ പടച്ചറബിനെ ആരാധിക്കാ, ഏകനായ അല്ലാഹുവിനെ ആരാധിക്കാ ആർജവമുള്ള ആരാ ഉള്ളത്? ഈ സദസ്സിൽ നിന്ന് എന്റെ മതത്തിലേക്ക് കടന്നവരാ ആർജവമുള്ള ആരാ ഉള്ളതെന്ന് ചോദിച്ചപ്പോ സദസ്സിന്റെ പിന്നിൽ നിന്ന് ആരംഭത്തോട് കൂടെ ഒരു പൊന്നുമോ കൈയർത്തിക്കൊണ്ട് പറയുകയാ, അനയാ റസൂലല്ലാഹ്, അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ, ആര് അങ്ങേ എത്ര തന്നെ ചീത്ത വിളിച്ചാലും ഞാനുണ്ട് നബിയേ, അങ്ങയുടെ ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകന്റെ കാതുകളിലേക്ക് പൊന്നുമോന്റെ സുന്ദരമാക്കപ്പെട്ട ശബ്ദം കേട്ടപ്പോ അവരിൽ നിന്ന് പലരും തിരിഞ്ഞു നോക്കുകയാ. ഇവൻ ആരുടെ മകനാടാ? ഇത്രയേറെ വലിയ ധിക്കാരിയായ ഇവൻ ആരുടെ മകനാ? ഖുറൈശികളിൽപ്പെട്ട നേതാക്കന്മാർ ഇവിടെ നിൽക്കുമ്പോ ഇവൻ മാത്രം മുഹമ്മദിനെ അംഗീകരിക്കാൻ മാത്രം എന്ത് ചങ്കൂറ്റമോ, എന്ത് ആശാമാ ഇവനിക്കുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് സദസ്സിന്റെ പിന്നിലേക്ക് നോക്കുമ്പോ ആ പൊന്നുമോൻ ഒരു പ്രാവശ്യം കൂടെ പറയുകയാ, അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ, അങ്ങയുടെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം സ്വീകരിക്കാം ഞാനുണ്ട് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് കെട്ടിപ്പിടിച്ച ആ പൊന്നുമോര് ആരെന്നറിയണ്ട്? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 4ാമത്തെ ഖലീഫ, തന്റെ പിഞ്ചു പ്രായത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ മുസ്ലിമായ പൊന്നുമോനാരാ? അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയുമോ എന്നെനിക്കറിയില്ല. അംർ ഇബ്നു ഹുദാഫ തങ്ങള്, അംർ ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയുമോ എന്നെനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അംർ ഇബ്നു ഹുദാഫ തങ്ങളെന്ന് പറഞ്ഞ 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധന, 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധന തന്റെ കൂടെ തന്റെ പ്രിയപ്പെട്ട 2 പൊന്നുമക്കളെ കൂടെ ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യ തീരത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട അംർ ഇബ്നു ഹുദാഫ 60 വയസ്സ് കഴിഞ്ഞ വയസ്സിനോ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഉഹദിന്റെ രണാകളത്തിലേക്ക് തന്റെ പൊന്നുമക്കളെല്ലാം പടയങ്കി അണിയുന്നത് കണ്ടപ്പോ പൊന്നുമക്കളോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, ഈ പാവപ്പെട്ട ഞാനും വന്ന് ഉഹദിന്റെ രണാകളത്തിലേക്ക് കടന്നു വരട്ടെയോ? അവരെല്ലാവരും പിതാവിനെ തടഞ്ഞു വെക്കുകയോ? വേണ്ട ഉപ്പ, ഉഹദിന്റെ രണാകളത്തിലേക്ക് അങ്ങേക്ക് പ്രവേശനമില്ല, അങ്ങ് 60 കഴിഞ്ഞ വയസ്സനല്ലേ എന്ന് പറഞ്ഞപ്പോ അംർ ഇബ്നു ഹുദാഫ തങ്ങൾ കടന്നു ചെല്ലുകയോ ഇലാ ഹദറത്തി റസൂലില്ലാഹ്
അല്ലാഹുവിന്റെ പ്രവാചകന്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ് നബിയേ, എന്റെ പൊന്നുമക്കൾക്ക് കൂടെ എന്റെ പൊന്നുമക്കളോട് കൂടെ ഈ യുദ്ധത്തിന്റെ കളത്തില് പോരാടാൻ എനിക്ക് സമ്മതം നൽകുന്നില്ല നബിയേ, എനിക്കും വേണ്ടേ നബിയേ ഷഹീദിന്റെ കൂലി എന്ന് പറഞ്ഞുകൊണ്ട് 60 കഴിഞ്ഞ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ് സമ്മതം നൽകുകയാ. അങ്ങനെ അംർ ഇബ്നു ഖുദാഫ തങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട ഉഹദിന്റെ രണാകളത്തിൽ വെച്ച് ഷഹീദായെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ സ്വാതല തീരത്തിലേക്ക് കടന്നു വന്ന പിഞ്ചുമോ തന്റെ പ്രിയപ്പെട്ട ചെറുപ്പ പ്രായത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞപ്പോഴും ഇസ്ലാമിലേക്ക് വേണ്ടി പോരാടാനോ തന്റെ ജീവിതം തന്നെ ഇസ്ലാമിലേക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ തയ്യാറായ അംർ ഇബ്നു ഖുദാഫ. സംശയമില്ലേ പ്രിയപ്പെട്ടവരെ, സ്നേഹപൂർവ്വം യുവാക്കളോട് എന്ന വിഷയത്തിൽ ആദ്യമായിട്ട് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു പിഞ്ചു പ്രായത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അത്രയും ഖുറൈശി നേതാക്കൾ ഉണ്ടായിരിക്കെ ആർജവത്തോടു കൂടെ ഇസ്ലാമിന്റെ സ്ലാലത തീരത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകനെ കെട്ടിപ്പിടിച്ചു ചെറുപ്രായത്തിൽ തന്നെ. മറ്റൊരു സംഭവം പറഞ്ഞു, അംർ ഇബ്നു ഖുദാഫ തങ്ങള് തന്റെ വാർദ്ധക്യ കാലത്ത് പോലും പരിശുദ്ധമാക്കപ്പെട്ട ഉഹദിന്റെ രണാകളത്തിലേക്ക് കടന്നു വന്നിട്ട് ഷഹീദായി. ഇതിലിപ്പോ എവിടെയാണ് യുവാക്കള്? സംശയമില്ലേ പ്രിയപ്പെട്ടവർ? സംശയമില്ലേ? ഇല്ലെങ്കിൽ ഇപ്പൊ നിർത്താം. ആദ്യം ഒരു കുഞ്ഞുമോന്റെ കഥയും പറഞ്ഞു, പിന്നീട് ഒരു വയസ്സിന്റെ കഥയും പറഞ്ഞു. ഇതിൽ യുവാക്കൾ എവിടെയാണ്? സംശയമില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സ്നേഹപൂർവ്വം യുവാക്കളോടാണ്. ആ പിന്നിലിരിക്കുന്ന സഹോദരന്മാര് ഇവിടെ കുറച്ച് കസാല മുമ്പിൽ ബാക്കിയുണ്ട്. ഒന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ സദസ്സിലേക്കൊന്ന് കടന്നു വന്നാട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹു തന്റെ ചെറുപ്രായത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. അംർ ഇബ്നു ഖുദാഫ തങ്ങൾ തന്റെ വാർദ്ധക്യ കാലത്ത് പോലും ഇസ്ലാമിന് വേണ്ടി പോരാടി. എന്നാൽ ഇത്രയേറെ ആർജവും ഇത്രയേറെ ധീരതയുമുള്ള ഇവരെല്ലാം ഉണ്ടായിരിക്കെ ലോകത്തിന്റെ നേതാവിനിക്ക് 14 സംവത്സരങ്ങൾക്ക് മുമ്പ് ഒരു സത്യം മനസ്സിലായി. ടാഗോറിന് മനസ്സിലാകുന്ന സത്യത്തിനു മുമ്പ്, ടാഗോറിന് മനസ്സിലാകുന്നതിന് മുമ്പ് ലോകത്തിന്റെ നേതാവിനിക്ക് മനസ്സിലായി. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിലേക്ക് കൈ ഉയർത്തുകയാണ്. അലി റളിയല്ലാഹു അൻഹു മുസ്ലിമായിരിക്കെ അംർ ഇബ്നു ഖുദാഫ തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ രണാകളത്തിലേക്ക് പോരാടാൻ വേണ്ടി ആർജവത്തോടെ കടന്നു വന്നിരിക്കെ ലോകത്തിന്റെ നേതാവ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. اللهم أيد الإسلام بأحد الأمرين. അല്ലാഹുവേ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ നീ രണ്ടാളൊരു ഉമറിനെ കൊണ്ട് ശക്തിപ്പെടുത്തണമേ റഹ്മാനേ. അല്ലാഹുവേ ഉമർ എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിലെ 26, 27 വയസ്സ് മാത്രം പ്രായമുള്ള യുവകോമളനാ. ഉമർ എന്ന പേര് കേട്ട ആരാ ആ കാലഘട്ടത്തിൽ വിറക്കാത്തത്? മക്ക എന്നല്ല, മദീന എന്നല്ല, അറേബ്യൻ രാജ്യത്തിന്റെ പോലും സർവ്വവിധ മണൽത്തരികളെ പോലും കോരിധരിപ്പിച്ചുകൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഏറ്റവും കൂടുതൽ ധീരനായി ജീവിച്ചുവെങ്കിൽ ആ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ഇറക്കുകയാ. അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരിക്കെ, അംർ ഇബ്നു ഖുദാഫ തങ്ങൾ ഉണ്ടായിരിക്കെ ലോകത്തിന്റെ നേതാവിനിക്കൊരു സത്യം മനസ്സിലാകുകയാ. ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും, ഏതൊരു മതമാണെങ്കിലും, ഏതൊരു സംഘടനയാണെങ്കിലും ആ മതത്തിന്റെ ആ സംഘടനയുടെ വിജയമെന്നുള്ളത് അത് എന്റെ പ്രിയപ്പെട്ട യുവാക്കളുടെ കയ്യിലാ. അതുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവ് അവിടെ നിന്ന് അല്ലാഹുവിനോട് ദുആ ഇരുന്നത്. അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബിഅഹദിൽ ഉമറൈൻ. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് നീ ഇസ്ലാം ശക്തിപ്പെടുത്തല്ലാ. പരിശുദ്ധമാക്കപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങളും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ആദ്യമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചതെന്തെന്നറിയോ? എന്റെ പ്രവാചകര് നാം പറയുന്നതും പ്രചരിപ്പിക്കുന്നതും സത്യമല്ലയോ നബിയെ? സത്യമായി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നാം
മാറിയാണ് നബിയെ പേടിക്കേണ്ടത്? അല്ലാഹുവിന്റെ മതം പ്രചരിപ്പിക്കുന്നതിൽ നാം എന്തിനായി ഒളിച്ചു നടക്കുന്നത് നബിയെ? അത് പറഞ്ഞുകൊണ്ട് കഅബാലയത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളെ പ്രഖ്യാപിക്കുകയാ, ഞാൻ ഇന്നലെ വരെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കാഫിറായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ മുസ്ലിമാ. ആർജവമുള്ള ധീരതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും മുമ്പോട്ട് വരട്ടെ. തന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് വിധവകളാകാൻ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ യതീമാകുന്നത് ഭയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് കടന്നു പാടാന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ഉമറുൽ ഫാറൂഖ് തങ്ങളെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാതൃകയാക്കേണ്ടത്. ഉമറുൽ ഫാറൂഖ് തങ്ങളെ കുറിച്ച് ഈ പ്രിയപ്പെട്ട യുവകോമളന്മാർക്ക് അറിയണമെന്നില്ല. www.com അർദ്ധരാത്രി പോലും രാത്രി 10 കുത്തി നിൽക്കുമ്പോൾ പോലും പകലിനെ പോലെ ഇന്റർനെറ്റിൽ പകലിനെ പോലെ ജീവിപ്പിച്ച് ലോകത്തിന്റെ ഏതോ ഒരു മൂലയില് ഏതോ ഒരു പെണ്ണ് ഉടുക്കാതെ നൃത്തമാടിയതിന്റെ പേരില് ആ പെണ്ണിന്റെ ഫോട്ടോയ്ക്ക് വേണ്ടി, ആ പെണ്ണിന്റെ നൃത്തത്തിനു വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട .com കടന്നു ചെല്ലുന്ന പ്രിയപ്പെട്ട യുവകോമളന്മാരോട് ഞാനെന്ന് പറയട്ടെ, നാളെ മഹ്ശറയുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടെ എല്ലാവരും ഓടി നടക്കുന്നത് എങ്ങനെയെന്നറിയോ? ഉടുതുണി ഇല്ലാതെയാ എല്ലാവരും ഓടുന്നത്. ആയിഷ തങ്ങൾ ചോദിച്ചില്ലേ നബിയെ, അല്ലാഹുവിന്റെ പ്രവാചകരെ? ആയിഷ ബീവി ചോദിക്കുകയാ, ഓരോരുത്തരും മനുഷ്യർ അവരുടെ മറ്റൊരു തന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ഗുഹ്യസ്ഥാനത്തേക്ക് നോക്കൂല നബിയെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്താ? അതിലേറെ വലിയ കാര്യമാണ് അവിടെ നടക്കാനുള്ളതെന്നല്ലേ പ്രവാചകൻ പഠിപ്പിച്ചത്. ആ കഥ മറന്നുകൊണ്ട് ലോകത്തിന്റെ ഏതോ ഒരു പെണ്ണിന്റെ അശ്ലീല ചിത്രങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവകോമളന്മാർക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങളെ മാതൃകയാക്കാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ. ഉമറുൽ ഫാറൂഖ് എന്ന പേര് കേട്ട ഗാന്ധിജി പോലും പറഞ്ഞില്ലേ, ഈ പരിശുദ്ധമായ ഇന്ത്യ രാജ്യത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാ. അർദ്ധരാത്രി പോലും തന്റെ പ്രിയപ്പെട്ട പ്രജകളുടെ അരികിലൂടെ കടന്നു ചെന്നിട്ട് ഏതെങ്കിലും കുടുംബത്തിലെ പട്ടിണിയുണ്ടോ എന്ന് അന്വേഷിച്ച ആ ഉമർ തങ്ങളെയാ നിങ്ങളെ മാതൃകയാക്കേണ്ടത്. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകന്റെ വഫാത്ത് വാർത്ത കേട്ടപ്പോ എല്ലാവരും ആയിഷ ബീവിയുടെ കൂരക്ക് മുമ്പിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുകയാ. പെട്ടെന്നതാ അവരിൽ നിന്ന് ഒരാൾ ചോദിക്കുകയാ, ഐന ഉമർ എന്താ കടന്നു വരാത്തത്? ഉമറുൽ ഫാറൂഖ് തങ്ങളെന്താ കടന്നു വരാത്തതെന്ന് ചോദിച്ചുകൊണ്ട് അവരിൽ നിന്ന് ആദ്യമായിട്ട് ഒരാള് ചോദ്യമുയർത്തുകയാ. ഈ അവസരത്തിൽ സദസ്സിലാകെ കോലാഹലമാവുകയാ. ഐന ഉമർ എന്താ കടന്നു വരാത്തത്? പെട്ടെന്നതാ ആരോടും ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ നേരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകന്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് ലോകത്തിന്റെ നായകന്റെ വലത് കവിളിലേക്ക് ചുംബനം സമർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇവരൊക്കെ അങ്ങ് മരിച്ചെന്ന് പറഞ്ഞാലും അങ്ങ് വഫാത്തായിട്ടില്ല നബിയേ. ഇവരൊക്കെ അങ്ങ് ലോകത്തോട് വിട പറഞ്ഞെന്ന് പറഞ്ഞാലും അങ്ങ് വഫാത്തായിട്ടില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഇടത് കവിളിലേക്കും ചുംബനം സമർപ്പിച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് അവിടെ ദുഃഖം സഹിക്കവയ്യാതെ പ്രവാചകന്റെ വഫാത്ത് വാർത്ത കേട്ടുകൊണ്ട് ദുഃഖം സഹിക്കവയ്യാതെ നിൽക്കുന്ന ആ പ്രിയപ്പെട്ട സഹാബാ കിറാമിനോട് ചോദിക്കുകയാ, ധൈര്യമുള്ളവരെ മുന്നോട്ട് വാടാ. എന്റെ പ്രവാചകൻ വഫാത്തായെന്ന് പറയോ? എന്റെ പ്രവാചകൻ ലോകത്തോട് ഇവിടെ പറഞ്ഞെന്ന് പറയാ? ചങ്കൂറ്റമുള്ളവരെ മുമ്പിൽ വാടാ, അവന്റെ കയ്യുത്ത് ഞാൻ എറിയുമെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അവസാനത്തെ കണ്ണി എന്റെ പ്രിയപ്പെട്ടവരെ മരിച്ചു കിടക്കുന്ന പിതാവിന്റെ മുമ്പിൽ മിഠായി തരൂ വാപ്പാ, പൊന്നുമോന് മുത്തം തരൂ വാപ്പാ, എഴുന്നേൽക്കൂ വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരയുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും തോൽപ്പിക്കാവുന്ന പ്രേമത്തിന്റെ ഉടമയായിരുന്ന ആ ഉമറുൽ ഫാറൂഖ് തങ്ങളെ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട യുവകോമളന്മാർ അവരെയാണ് മാതൃകയാക്കേണ്ടത്. അവരെയാണ് പ്രിയപ്പെട്ടവരെ മാതൃകയാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ.
പ്രിയപ്പെട്ട യുവാക്കൾക്കുള്ള മാതൃക ഉമറുൽ ഫാറൂഖ് തങ്ങളാണെങ്കിൽ ഈ തടിച്ചുകൂടി നിൽക്കുന്ന യുവതിമാരോട് എനിക്ക് പറയുവാനുള്ളത്, ഈ യുവകോമളിമാരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾക്കുള്ള മാതൃക ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഇൻഷാ അല്ലാഹ് ഈ രണ്ട് മാതൃകകൾ പറഞ്ഞിട്ട് നാം നമ്മുടെ വിഷയത്തിലേക്ക്, ഇതെല്ലാം നമ്മുടെ വിഷയമാണ്, യുവാക്കളെ മാതൃകയാക്കേണ്ടത്. എന്തുകൊണ്ട് അവരെ മാതൃകയാക്കണം? പ്രിയപ്പെട്ട യുവകോമളന്മാർക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങളെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാര് മാതൃകയാക്കേണ്ടത് ഫാത്തിമ ബീവിയെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മഹിളകൾക്ക് മാതൃക എന്ന് പല കേസറ്റുകളിലും പല പ്രഭാഷകന്മാരുടെ കൈകളിൽ നിന്നും നിങ്ങൾ കേട്ടിരിക്കാം. എന്നാ മഹിളകൾക്ക് മാതൃക ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആകാൻ കാരണമെന്താ? ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്നത് അവളുടെ സൗന്ദര്യം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കുടുംബ മഹിമകൾ കൊണ്ടോ ആണെങ്കിൽ, ലോകത്തിന്റെ നേതാവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ, ഫാത്തിമതു ബിലഗത്തും മിന്നീ വമൻ അഹബ്ബഹാ ഫഖദ് അഹബ്ബനി. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാ, അവളെ ആര് സ്നേഹിച്ചോ അവർ എന്നെയും സ്നേഹിച്ചിരിക്കുന്നു എന്ന് ലോകത്തിന്റെ നേതാവ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകരെ പ്രഖ്യാപിച്ച ആ ഫാത്തിമ ബീവിയാണ് പ്രിയപ്പെട്ട യുവകോമളിമാരെ മാതൃകയാക്കേണ്ടത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്നത് സൗന്ദര്യം കൊണ്ടാണെങ്കിൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകന്റെ അതേ മുഖം രീതികളുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അഹങ്കരിച്ചിട്ടില്ല പെണ്ണ്. നിങ്ങൾ ഇനി അഹങ്കരിക്കുന്നത് നിങ്ങളുടെ തറവാടിത്തം കൊണ്ടാണെങ്കിൽ, ലോകത്തിന്റെ നേതാവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകന്റെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മകളായി ജനിച്ച ഖുറൈശികളിൽപ്പെട്ട ഹാശിമികളിൽപ്പെട്ട ഏറ്റവും വലിയ കുടുംബത്തിലല്ലേ ഫാത്തിമ ബീവി ജനിച്ചത്. ആ ഫാത്തിമ ബീവി അഹങ്കരിച്ചിട്ടില്ല പെണ്ണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകന്റെ പൊന്നുമോള നിങ്ങൾക്ക് മാതൃക എന്ന് പറയാ കാരണം എന്തെന്നറിയോ? ഇത്രയേറെ സൗഭാഗ്യം ലഭിച്ച ഫാത്തിമ ബീവി ഒരിക്കലും അഹങ്കരിച്ചിട്ടില്ല പെണ്ണ്, ഒരിക്കലും അഹങ്കരിച്ചിട്ടില്ല പെണ്ണ്. ഒരു മദാമയുടെ വസ്ത്രത്തിനെ പോലും തോൽപ്പിക്കാവുന്ന, ഒരു മദാമയുടെ വസ്ത്രത്തിനെ പോലും വെല്ലുവിളിക്കാവുന്ന രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ ധരിച്ചുകൊണ്ട് ലോകത്തിലെ ഏതോ ഒരു മൂലയിരിക്കുന്ന ഏതോ ഒരു സിനിമാ നടിയെ മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവകോമളിമാര് മാതൃകയാക്കേണ്ടത് ഫാത്തിമ ബീവിയോ. ഇത്രയേറെ സന്തോഷത്തോടെ ജീവിച്ച ഫാത്തിമ ബീവി, ആ ബീവി റളിയല്ലാഹു അൻഹ എന്നും ദാരിദ്ര്യത്തിലായിരുന്ന പ്രിയപ്പെട്ടവരെ അവർക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. പരിശുദ്ധമാക്കപ്പെട്ട ദുനിയാവിനെ ഉപേക്ഷിച്ച ഫാത്തിമ, അതുകൊണ്ടല്ലേ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകര് പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകന്റെ മസ്ജിദിൽ ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നതാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കള് പൊട്ടി പൊട്ടി കരയുകയാ. പൊട്ടി പൊട്ടി കരയുകയാ. പ്രവാചകൻ നേരെ സ്നേഹിച്ച പേരമക്കളല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ നമസ്കാരത്തിന് ശേഷം ഫാത്തിമ ബീവി വിളിക്കുകയാണ്, മോളെ ഫാത്തിമ, മോളെ ഫാത്തിമ, എന്തിനാണ് പൊന്നുമക്കള് കരയുന്നത് ഫാത്തിമ? ഫാത്തിമ, എന്തിനാണ് പൊന്നുമക്കള് കരയുന്നത് ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയേ, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകരെ, എന്റെ പൊന്നുമക്കളുടെ വായിൽ വെച്ച് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒരു ഈത്തപ്പയത്തിന്റെ ചീന്ത് പോലുമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ വാർത്ത കേട്ടപ്പോ ഫാത്തിമ ബീവിയോട് പറയുകയാണ്, ഫാത്തിമ, നീ ആ പൊന്നുമക്കളുടെ മാതാവല്ലയോ ഫാത്തിമ? ആ പൊന്നുമക്കൾക്ക് നിനക്കൊന്ന് മുലപ്പാല് കൊടുത്തുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീണ്ടാമതും ഇബാദത്തിലേക്ക് കടന്നു ചെല്ലുകയാ.
അല്ലാഹുവിന്റെ പ്രവാചകൻ വീണ്ടും ഇങ്ങനെ ഇബാദത്തെടുക്കുകയും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഇബാദത്തെടുക്കുന്നതിനിടയിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാതുകളിലതാ തന്റെ പ്രിയപ്പെട്ട പേരമക്കളുടെ കരച്ചിൽ വീണ്ടും അടിക്കുകയോ, പൊന്നുമക്കള് വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി കരയുകയോ. ഈ അവസരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അല്പം കോപത്തോടുകൂടെ വിളിക്കുകയാണ്, ഫാത്തിമ, മോള് ഫാത്തിമ, എന്തിനാ പൊന്നുമക്കള് കരയുന്നത് ഫാത്തിമ? നീ എന്താ അവർക്കിപ്പയും മുലപ്പാല് നൽകിയില്ലേ എന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ നേതാവിന്റെ ആ ചോദ്യത്തിനൊക്കെ മറുപടി എവിടെ നിന്ന് കേട്ടത് ഒരു തേങ്ങലാണ്, ഒരു കരച്ചിലാണ്, ഒരു പൊട്ടിക്കരച്ചിലാണ് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട യുവകോമളിമാര് മനസ്സിലാക്കിക്കോ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടി പൊട്ടി കരയുകയാണ്. നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ ഫാത്തിമ വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായി നബിയേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്ഥലം ഞാൻ ആ പൊന്നുമക്കളുടെ ചുണ്ടിലേക്ക് വെച്ചു കൊടുക്കുമ്പോ എന്റെ സ്ഥലത്തിൽ നിന്ന് ഒരു തുള്ളി പോലും മുലപ്പാല് നൽകുന്നില്ല നബിയേ, ഒരു തുള്ളി പോലും മുലപ്പാല് നൽകാൻ പറ്റുന്നില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഏതാ ഫാത്തിമ എന്നറിയോ? ലോകത്തിന്റെ നേതാവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാ, എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പ്രഖ്യാപിച്ച അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പൊന്നുമോളാ. ആ പൊന്നുമോളുടെ ജീവിതമാ പറയുന്നത്. മുലപ്പാല് പോലും വറ്റിക്കിട്ട പൊന്നുമക്കൾക്ക് നൽകാൻ ഒന്നുമില്ലാതെ ലോകത്തിന്റെ പ്രവാചകനോട്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകനോട് ഫാത്തിമ ബീവി പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ് തന്റെ കമീസയുടെ കീശകളിലേക്ക് ഇങ്ങനെ കൈവെക്കുകയാ. അതിലൊന്നുമില്ലെന്ന് അല്ലാഹുവിന്റെ റസൂലിനിക്കറിയാ. എന്നാലും ഫാത്തിമ ബീവിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കമീസയുടെ കീശയിൽ ഇങ്ങനെ കൈവെക്കുമ്പോ അതിലൊന്നുമില്ലാത്ത അർത്ഥത്തിൽ പ്രവാചകൻ കൈമലർത്തിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട യുവകോമളിമാര് മാതൃകയാക്കേണ്ടത് ഫാത്തിമ ബീവിയാണ്. ഇത്രയേറെ ദരിദ്രത്തിലായി ഇത്രയേറെ പ്രയാസത്തിൽ ജീവിച്ച ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അലി റളിയല്ലാഹു അൻഹുവിനിക്ക് നൽകുന്ന 3 വസിയത്തുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട യുവകോമളിമാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ഫാത്തിമ ബീവി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഇക്ക, ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ എന്റെ കുടുംബാംഗങ്ങൾക്ക് മാത്രം എന്നെ കാണിച്ചുകൊണ്ട് നിങ്ങളെ കബറടക്കണേ. ഒരു അന്യ പുരുഷനെ കൊണ്ട് എന്റെ കഫമട നിങ്ങൾ കാണിക്കല്ലേ. അലിയാര് തങ്ങളിങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ്. പക്ഷേ ഫാത്തിമ ബീവി നിർത്തുന്നില്ല. ഫാത്തിമ ബീവി വീണ്ടും പറയുകയാണ്, അലിയാര് തങ്ങള്, ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ എത്ര തന്നെ ദുഃഖം സഹിച്ചിട്ടാണെങ്കിലും, എത്ര തന്നെ വേദന സഹിച്ചിട്ടാണെങ്കിലും എന്റെ കബറിലേക്ക് എന്നെ എടുത്തു വെക്കുന്നത് അത് നിങ്ങളായിരിക്കണമേ. പ്രിയപ്പെട്ടവര്, എത്ര തന്നെ ദുഃഖമുണ്ടെങ്കിലും എന്റെ കബറിലേക്ക് എന്നെ എടുത്തു വെക്കുന്നത് നിങ്ങളായിരിക്കണേ. അതുകൊണ്ട് മറ്റൊരു അന്യപുരുഷനെ കൊണ്ട് എന്റെ കഫമുട നിങ്ങൾ തൊടിയിക്കില്ലാന്ന് ലോകത്തിന്റെ നേതാവിന്റെ പൊന്നുമോള് പ്രഖ്യാപിക്കുമ്പോഴും അലിയാര് തങ്ങളെ ഒന്നും മിണ്ടാതെ പൊട്ടി പൊട്ടി കരയുകയാ. എന്താണ് ഫാത്തിമ നീ പറയുന്നത്? എന്നെയും എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെയും നീ വിധവകളാക്കി, എന്റെ പ്രിയപ്പെട്ട മക്കളെ യതീമാക്കി എന്നോട് എന്റെ കുടുംബത്തോട് നീ ഇവിടെ ചോദിക്കുകയാണോ? ഫാത്തിമ ബീവി നിർത്തുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോൾ അവസാനമായി നൽകിയ വസിയത്തുണ്ട് പ്രിയപ്പെട്ടവരെ. അതുപോലെ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനിക്ക് പറയാൻ പറ്റോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പെണ്ണുമോള് പറയുകയാ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞാൽ എന്നെ നിങ്ങൾ കബറടക്കേണ്ടത് രാത്രിയിലാണ്. എന്നെ നിങ്ങൾ കബറടക്കേണ്ടത് രാത്രിയിലാണ്. ഇത് കേട്ടപ്പോ അലി റളിയല്ലാഹു അൻഹു ഒന്ന് പ്രതികരിക്കുകയാണ്. ഇതുവരെ ഒന്നും വിട്ടാതിരുന്ന അലിയാര് തങ്ങൾ ചോദിക്കുകയാണ്, ഫാത്തിമ എന്താണ് പൊന്നുമോളെ നീ പറയുന്നത്? ഫാത്തിമ,
നാട്ടിൽ ആര് മരിച്ചാലും അവരെ പകലാണല്ലോ കബറടക്കാറ്, നിന്നെ മാത്രമെന്താ രാത്രിയിലെ കബറടക്കാരെന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ നേതാവിന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പറഞ്ഞ മറുപടി കൊണ്ട് പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് പറയുകയാ, അധികാരി തങ്ങളെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തെ ഒരൊറ്റ അന്യപുരുഷനുമേ ഫാത്തിമ ബീവിയെ കണ്ടിട്ടില്ല. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരൊറ്റ അന്യപുരുഷനും എന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ നാളെ മരണപ്പെട്ട എന്നെ നിങ്ങൾ കബറടക്കുന്നത് പകലാണ് എങ്കിൽ അത് ഏതെങ്കിലും ഒരു അന്യപുരുഷൻ കണ്ട അത് ഹറാമല്ലയോ എന്ന് ചോദിച്ച ലോകത്തിലേക്ക് തുല്യതയില്ലാത്ത പ്രഖ്യാപനം നടത്തിക്കൊണ്ട് വിട പറഞ്ഞ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളുടെ അരികിലേക്ക് ഒരു യാചകൻ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ഫാത്തിമ ഉടുക്കാൻ വസ്ത്രമില്ല ഫാത്തിമ, ഭക്ഷിക്കാനൊന്നുമില്ല ഫാത്തിമ. ഇത് കേട്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിന്റെ അകത്തളത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അധികമൊന്നും വിലയില്ലാത്ത തന്റെ പ്രിയപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ കിടന്നുറങ്ങുന്ന പുതപ്പ് കൊണ്ടുപോയി ആ യാചകനിക്ക് നൽകുമ്പോ ആ യാചകൻ സന്തോഷത്തോടു കൂടെ ഏറ്റുവാങ്ങിക്കൊണ്ട് പറയുകയാണ്, ഫാത്തിമ ഉടുക്കാൻ വസ്ത്രമായി മോളെ, പക്ഷെ ഭക്ഷിക്കാനൊന്നുമില്ലാന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവിന്റെ പൊന്നുമോള് ഏത് വീടാന്നറിയോ പ്രിയപ്പെട്ടവരെ? 2 മാസമായിട്ട് ഭക്ഷണം കഴിക്കാത്ത വീടാ, ദരിദ്രത്തിൽ കൂപ്പുകുത്തിയ വീടാ. ആ വീടിന്റെ അകത്തളത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അധികമൊന്നും വിലയില്ലാത്ത ഒരു തസ്ബീഹ് മാല കൊണ്ടുവന്നുകൊണ്ട് ആ യാചകനിക്ക് നേരെ നീട്ടുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് വീടിന്റെ അകത്തളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് രണ്ടും സമ്മാനിച്ചുകൊണ്ട് വീടിന്റെ അകത്തളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ പ്രിയപ്പെട്ട യാചകൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകന്റെ ഹദ്റത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ആരാ ആ തുറക്കപ്പെട്ട ലോകത്തിന്റെ നേതാവിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലാത്തതുള്ളത്? സന്തോഷ സന്താപ നിമിഷത്തിലാണെങ്കിൽ ആരാ അങ്ങോട്ട് കടന്നു ചെല്ലാത്തതുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദ്റത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് യാചകൻ പറയുകയാ, അല്ലാഹുവേ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്, അങ്ങയുടെ പൊന്നുമോള് സ്വർഗത്തിന്റെ റാണിയല്ല എങ്കിൽ പിന്നെ ആരാണ് നബിയെ സ്വർഗത്തിന്റെ റാണി? ഫാത്തിമ ബീവിയോട് കൊടുക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് പുതപ്പ് തന്നു നബിയേ. ഫാത്തിമ ബീവിയോട് ഭക്ഷിക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് തസ്ബീഹ് മാല തന്നു നബിയേ. പക്ഷെ എനിക്കറിയാൻ പറ്റാത്ത ഒരു രഹസ്യമുണ്ട് നബിയേ, തസ്ബീഹ് മാല എന്റെ കൈകളിലേക്ക് നീട്ടിയപ്പോ ഫാത്തിമ ബീവി എന്തിനാ പൊട്ടിക്കരഞ്ഞതെന്ന് എനിക്കറിയൂല നബിയേ. എന്റെ കൈകളിലേക്ക് തസ്ബീഹ് മാല വെച്ചുകൊണ്ട് വീടിന്റെ അകത്തളത്തിലേക്ക് തന്റെ കണ്ണുനീരൊപ്പിയെടുത്തുകൊണ്ട് ഫാത്തിമ ബീവി ഓടിയതെന്തിനാന്ന് എനിക്കറിയൂല നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചക യാചകനോട് തനിക്ക് ലഭിച്ച തസ്ബീഹ് മാല ഒന്ന് ഉയർത്തി കാണിക്കാൻ പറഞ്ഞപ്പോ ആ തസ്ബീഹ് മാല കണ്ടപ്പോ ലോകത്തിന്റെ നേതാവിന്റെ പ്രിയപ്പെട്ട കൽദരകൾ എന്ന റോസാപ്പൂവിനെ പോലും തോൽപ്പിക്കാവുന്ന സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്ന റോസാപ്പൂവിനെ പോലും വെല്ലുവിളിക്കാവുന്ന സൗന്ദര്യത്തിന്റെ ഉടമയായ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീരുകളെ ചാലിട്ടൊഴുകാൻ തുടങ്ങുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയോ, ഈ തസ്ബീഹ് മാല നീ എനിക്ക് തരുമോ? പ്രിയപ്പെട്ടവരെ, ഈ തസ്ബീഹ് മാല ഏതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട മാതാവ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ കോടിപതിയായിക്കൊണ്ട് ലോകത്തിലേക്ക് കടന്നു വന്ന പെണ്ണ. പക്ഷേ എല്ലാം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് സമർപ്പിച്ച് അവസാനം മരിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് തന്റെ പൊന്നുമോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് കരയുന്നത് കണ്ടപ്പോ ഖദീജ ബീവിക്ക് ഒന്നും നൽകാറില്ല.
പൊന്നുമോക്ക് ഒന്നും നൽകാറില്ല, അനന്തരമായി ഒന്നുമില്ല, ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാതെയാ ഖദീജ ബീവി വിട പറയുന്നത്. അപ്പൊ തന്റെ കയ്യിൽ ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിയിരുന്ന തസ്ബീഹ് മാലയാ ഖദീജ ബീവി അവസാനമായി പൊന്നുമോക്ക് നൽകിയ തസ്ബീഹ് മാലയാ. ഉമ്മയെ കണ്ടുകൊണ്ടെന്ന് ചുംബിക്കാൻ കൊതിയാകുമ്പോ, ഉമ്മാനെ കാണാൻ കൊതിയാകുമ്പോ, ഉമ്മാനെ സ്നേഹത്തോടെ വന്ന് വാരിപ്പുണരാൻ കൊതിയാകുമ്പോ ഫാത്തിമ ബീവി ഉപയോഗിച്ചിരുന്ന തസ്ബീഹ് മാലയാ. ആ തസ്ബീഹ് മാല നീ എനിക്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് ആ യാചകനോട് പ്രഖ്യാപിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട യുവകോമളിമാര്, നിങ്ങളെ മാതൃകയാക്കേണ്ടത് ഫാത്തിമ ബീവിയെ മാത്രമാ. നിങ്ങളെ മാതൃകയാക്കേണ്ടത് ഫാത്തിമയാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഉമർ ഫാറൂഖ് തങ്ങളുടെ സഹോദരിമാര് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകൻ അത്രയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ച്, അവിടുത്തെ കുടുംബം അത്രയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ച്, ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഡ്രൈവർ എനിക്ക് കാണിച്ചു തന്നു തിരൂരിൽ മദ്യഷാപ്പിന്റെ മുമ്പിൽ ഇരിക്കുന്ന തിരക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരൂരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാടാ. പക്ഷേ അവിടെ ബിയറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ പ്രിയപ്പെട്ട യുവസമൂഹം തന്റെ ജീവിതം നഷ്ടപ്പെടുത്തുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മാറ്റം വേണം. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദ്യം കുടിക്കുന്നവർക്കെതിരെ കഠിനമായി കൊണ്ട് പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ സിനാബു വൽ അസ്ലാം ഇജ്സും മിൻ അമലി ശൈത്താൻ. ഞാൻ ഇവിടെ പാടിയ ആദ്യത്തെ പാട്ട് നിങ്ങൾ ചിലപ്പോൾ ആസ്വദിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് പാട്ടല്ല, അത് പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥമാണ്. കാരുണ്യ സിന്ധുവാം അല്ലാഹുവിൻ തിരു നാമത്തിൽ ഓതുന്നു ദിവ്യമാം സൂക്തികൾ. അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ അർത്ഥം കവിതയായി രചിച്ചതാണ്. അത് ഞാൻ പാടിയത് തന്നെ മദ്യവും മൈസറും മൻസാഫ് ജ്യോതിഷം ഇത് തുടങ്ങിയിട്ട് ഇന്നമൽ ഖംറു വൽ മൈസറു വൽ സിനാബു വൽ അസ്ലാം അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, യുവത്വത്തിന്റെ വിലയറിയാതെ എന്റെ പ്രിയപ്പെട്ട യുവകോമളന്മാര് നടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിഅമതാനി മഖ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്. ലോകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് ലക്ഷം നിഅമത്തുകൾ ചെയ്തു തന്നു. പക്ഷേ അതിൽ നിന്ന് പ്രധാനപ്പെട്ട രണ്ട് നിഅമത്തുകൾ അവൻ അധിക ആളുകളും ആ നിഅമത്തുകളെ കുറിച്ച് ഓഫിലിങ്ങളാണ്. അധിക ആളുകളും ആ നിഅമത്തുകളെ പരിഗണിക്കുന്നില്ല. അതിൽ നിന്ന് ഒന്നാമതായി ലോകത്തിന്റെ നേതാവ് എണ്ണിയത് അസ്സിഹ്ഹത്തു, എന്റെ യുവത്വമാണ്, എനിക്ക് ആരോഗ്യമുള്ള സമയമാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കള്ളു കുടിക്കുന്നവർക്കെതിരെ പറഞ്ഞതെന്താണെന്നറിയോ? തന്റെ ജീവിതം തന്നെ കള്ളിൽ ആസ്വദിച്ചുകൊണ്ട് കള്ളിനടിമയായി പെണ്ണിനടിമയായി യുവത്വത്തെ വലിച്ചെറിഞ്ഞു പ്രിയപ്പെട്ട യുവകോമളന്മാരോട് ഞാൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് കൂടി അറിയാൻ വേണ്ടി പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ആരെങ്കിലും ആ കള്ളിനെ കുടിച്ചാ അങ്ങ് ഗൾഫ് രാജ്യത്തിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് അല്ലെങ്കിൽ അങ്ങ് യമനിലേക്ക് എങ്ങോട്ടെങ്കിലും അങ്ങ് ഗൾഫ് രാജ്യത്തിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്കെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുമ്പോ വ്യാഴാഴ്ച ഉച്ച മുതൽ ശനിയാഴ്ച രാവിലെ വരെ ലഭിക്കുന്ന അവധി ദിവസത്തില് എന്റെ ഉമ്മ ഇവിടെ ഇല്ലല്ലോ, എന്റെ പ്രിയപ്പെട്ട പിതാവ് ഇവിടെ ഇല്ലല്ലോ, എന്റെ ഭാര്യ മക്കളെ ഇവിടെ ഇല്ലല്ലോ, എന്നെ ആരും കാണൂലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് വ്യാഴാഴ്ച ഉച്ചക്ക് മുതൽ തുടങ്ങിയിട്ടുള്ള തന്റെ പ്രിയപ്പെട്ട റൂം പാർട്ണറോട് കൂടെ ആസ്വദിച്ചുകൊണ്ട് കള്ളു കുടിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു
അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്നോടാ പറയുന്നത്, ആരെങ്കിലും ആ കള്ളിനെ കുടിച്ച എന്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് അവസാനം തനിക്ക് ലഭിക്കുന്ന 100ന്റെ നോട്ടുകൾ അല്ലെങ്കിൽ 500ന്റെ നോട്ടുകളെ ബീവറേജ് കോർപ്പറേഷനിക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവിടെ തിരക്ക് കൂടി അടിപിടി കൂടിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും VIP കടന്നു വരുമ്പോ അവർക്ക് വേണ്ടി വരി നിന്നുകൊണ്ട് അവസാനം അവരുടെ കള്ളുകുപ്പയിൽ നിന്ന് അല്പം കിഞ്ചി വാങ്ങിക്കൊണ്ട് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവകോമളമാരെ അറിയാൻ വേണ്ടി പറയട്ടെ, ആരെങ്കിലും ആ കള്ളിനെ കുടിച്ചോ അല്ലാഹുവിന്റെ പ്രവാചകനാ പറയുന്നത് ഞാനല്ല, അവന്റെ മാതാവിന് അവന്റെ പ്രിയപ്പെട്ട നൊന്ത് പ്രസവിച്ച അവനിക്ക് വേണ്ടി ജീവിക്കുന്ന മാതാവിനെ വ്യഭിചരിച്ച പോലെയാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾക്കറിയുമോ എന്നെനിക്കറിയില്ല, ബർസീസ എന്ന പേരുള്ള പ്രിയപ്പെട്ട സൂഫിയായ വ്യക്തി, ബർസീസ എന്ന പേരുള്ള സൂഫിയായ മനുഷ്യനെ നിങ്ങൾക്കറിയുമോ എന്നെനിക്കറിയില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകനെ മദീന മുനവറയിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോരോ അറിവിന്റെ മുത്തുമണികളെയും ജപമാലയെ പോലെ കോർത്തിണക്കാൻ വേണ്ടി സാഗൂതം സ്വഹാബത്ത് ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നിങ്ങൾക്ക് മുമ്പ് ഇവിടെ ബർസീസ എന്ന പേരുള്ള ഒരു സൂഫിയായ മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരുന്നു. ആ വ്യക്തി 220 വർഷമാ അല്ലാഹുവിന്റെ മാർഗത്തിലെ ഇബാദത്ത് എടുത്തത്. തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ നാട് ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങ് കാട്ടിലേക്ക് കടന്നു വരികയാ. ഏകനായ പടച്ചറപ്പിലേക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി 220 വർഷമാ അല്ലാഹുവിനെ ഇബാദത്ത് എടുത്തത്. അങ്ങനെ ഏതാ ഒരു ദിവസം ശൈത്താൻ കടന്നു വന്നുകൊണ്ട് ബർസീസയോട് പറയുകയാണ്, ഞാനും അല്ലാഹുവിലേക്ക് ആരാധിക്കുന്ന ഒരു ശൈത്താൻ കടന്നു വന്നത് മനുഷ്യന്റെ രൂപത്തിലോ. എന്നിട്ട് ശൈത്താൻ പറയുകയാ, ഞാനും അല്ലാഹുവിന്റെ സൂഫിയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഇബാദത്തിന്റെ കൂടെ എന്നെയും ഒന്ന് നിങ്ങൾക്ക് കൂട്ടിക്കൂടെ. ബർസീസ സന്തോഷത്തോടെ കൂടെ സ്വീകരിക്കുകയാ. അങ്ങനെ 2 ദിവസം ശൈത്താൻ മനുഷ്യരൂപത്തിൽ കടന്നു വന്ന ആലിമിന്റെ രൂപത്തിൽ കടന്നു വന്ന ശൈത്താൻ 2 ദിവസം ഇബാദത്ത് എടുക്കുകയാ. ഊണില്ലാതെ ഉറക്കമില്ലാതെ വിസർജനമില്ലാതെ ഭക്ഷണം വേണ്ടാതെ ബർസീസക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ഇബാദത്ത് എടുക്കുമ്പോ ബർസീസ ശൈത്താനോട് ചോദിക്കുകയാണ്, യാ ആബിദല്ലാഹ്, യാ ആലിമല്ലാഹ്, 220 വർഷമായിട്ട് ഞാൻ ഇബാദത്ത് എടുക്കുന്നുണ്ട്, പക്ഷേ അങ്ങയുടെ അതുപോലെ ഇബാദത്ത് എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഊണില്ലാതെ ഉറക്കമില്ലാതെ വിസർജനമില്ലാതെ എനിക്ക് ഇതുവരെ ഇബാദത്ത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ബർസീസയോട് ശൈത്താൻ പറഞ്ഞതെന്തെന്നറിയോ, എന്റെ പ്രിയപ്പെട്ട അനുജ, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാനും നിങ്ങളെപ്പോലെ ഒരുപാട് വർഷം ഇബാദത്ത് എടുത്തിരുന്നു, പക്ഷേ ആ കാലയളവിൽ എനിക്ക് ആകെ ഒരേ ഒരു തെറ്റുമാ സംഭവിച്ചത്. എനിക്ക് ആകെ ഒരേ ഒരൊറ്റ തെറ്റ് മാത്രമാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാൻ പിന്നെ അല്ലാഹുവിലേക്ക് കേണിയപേക്ഷിച്ചുകൊണ്ട് തൗബ ചെയ്തു. എന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഞാൻ ഇബാദത്ത് എടുക്കുമ്പോ എനിക്ക് ഊണിനെങ്ങാനും വിശന്നാ, എനിക്ക് ഭക്ഷണം ലഭിക്കാനെങ്ങാനും എന്റെ മനസ്സ് കൊതിച്ചാ, ഞാൻ പണ്ട് അല്ലാഹുവിലേക്ക് ചെയ്ത ആ തെറ്റിനെ ഓർക്കും ബർസീസ, അതോടുകൂടെ എന്റെ വിശപ്പ് പോകും ബർസീസ. എനിക്കെങ്ങാനും ഉറക്ക് വന്നാ ഞാൻ അല്ലാഹുവിനോട് പണ്ട് ധിക്കരിച്ച ആ ഒരേ ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിക്കും ബർസീസ. അതോടുകൂടെ എന്റെ വിശപ്പെല്ലാം പോകും, എന്നെ ഉറക്കെല്ലാം പോകുമെന്ന് പറഞ്ഞപ്പോ ബർസീസ ശൈത്താനോട് പറയുകയാ, അങ്ങയെപ്പോലെ എനിക്കുമാകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ, ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, 220 വർഷമാ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇബാദത്ത് എടുത്തത്. ഈ കാലയളവിൽ ഒരൊറ്റ തെറ്റ് പോലും ചെയ്യാത്ത ബർസീസ പറയുകയാ, ഒരേ ഒരു തെറ്റ് മാത്രം ജീവിതത്തിൽ ഞാനും ചെയ്യാ. പിന്നെ എപ്പോ എനിക്ക് ഊണിനിക്ക് ആവശ്യം വന്നാണ് ഞാൻ ആ തെറ്റിനെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെ നിങ്ങളുടെ പോലെ ഞാനുമാകുമെന്ന് പറഞ്ഞപ്പോ ശൈത്താൻ ഈ അവസരം മുതലെടുത്തുകൊണ്ട് പറയുകയാണ്, എന്നാലും നിങ്ങൾ പോയിട്ട് ഒരാളെ പോയി കൊല ചെയ്യുക. ബർസീസ പറഞ്ഞു, എനിക്ക് പറ്റൂല, ഇതേവരെ ഒരൊറ്റ തെറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലാതെ എന്റെ മനസ്സിൽ ഒരാളെ കൊല്ലാൻ എനിക്ക് സാധിക്കൂല എന്ന് പറഞ്ഞപ്പോ ശൈത്താൻ 2
രണ്ടാമതായി പറയുകയാ, നിങ്ങളെന്നാ പോയിട്ട് ഒരൊറ്റ സ്ത്രീയെ പോയി വ്യഭിചരിക്കുക. പർശീസ കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് സാധിക്കൂല. മൂന്നാമതായി ശൈത്താൻ പർശീസക്ക് മുമ്പിൽ വെച്ച അടവെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ തുള്ളി കള്ള് മാത്രം നീ കുടിക്കുക. ഒരു ഗ്ലാസിന്റെ അടിയിൽ അല്പം തുള്ളി മാത്രം കള്ള് നീ കുടിക്കുക. പർശീസ സമ്മതിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന്, കള്ള് കളമ്പുന്ന സ്ത്രീയുടെ കൈകളിൽ നിന്ന് ഒരു തുള്ളി കള്ള് വാങ്ങി കുടിക്കുകയാ. പിന്നീട് പർശീസ കള്ളുകുടി നിർത്തുന്നില്ല. രണ്ടാമത് ഇങ്ങനെ കുടിച്ചുകൊണ്ട് അവസാനം ലഹരി ബാധിക്കുകയാ. ആ പെണ്ണിനെ പോയി വ്യഭിചരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ട നാട്ടുകാർ, ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ കഥയാ. ഇത് കണ്ട നാട്ടുകാർ ആ പ്രിയപ്പെട്ട ഭാര്യയുടെ ഭർത്താവിന് കാര്യം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചപ്പോ ഭർത്താവ് കടന്നു വന്നപ്പോ പർശീസ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവഹേളിച്ചുകൊണ്ട് വിഭജിക്കുന്നത് കണ്ടപ്പോ ആ ഭർത്താവ് കടന്നു വരികയാ. ഇത് കണ്ടപ്പോ പർശീസ ഭർത്താവിനെ പോയി കൊല ചെയ്യുകയാ. ഇങ്ങനെ ലോകത്തോട് കാഫിറായിക്കൊണ്ട് മരിക്കുന്ന പർശീസ 220 വർഷമായിട്ട് അല്ലാഹുവിലേക്ക് ഇബാദത്ത് കൊടുത്ത ഒരൊറ്റ തെറ്റും ചെയ്യാത്ത പർശീസ അവസാനം ഒരാളെ കൊന്നതിന്റെ പേരിൽ കോടതി വിധിക്കുകയാണ്, പർശീസയെ കൂടി കൊല ചെയ്യണേ. അങ്ങനെ പർശീസ തൂക്കുമരത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ ശൈത്താൻ ഒരു പ്രാവശ്യം കൂടെ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, പർശീസോ, ഞാൻ നിന്നോട് കള്ളുകുടിക്കാ മാത്രമല്ലേ പറഞ്ഞത്, നീ എന്തിനാ പെണ്ണിനെ പോയി വിഭജിച്ചത്, നീ എന്തിനാ അവളുടെ ഭർത്താവിനെ കൊല ചെയ്തതെന്ന് ചോദിച്ചപ്പോ പർശീസ അവിടെ നിന്ന് കേണ അപേക്ഷിച്ചുകൊണ്ട് ചോദിക്കുകയാ, യാ ആബിദല്ലാ, ഇനി എനിക്ക് തൗബയുണ്ടോ, ഇനി എനിക്ക് അല്ലാഹുവിലേക്ക് പശ്ചാത്താപമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ശൈത്താൻ പറയുകയാ, ഉണ്ട് പർശീസ, നിങ്ങൾ എന്റെ മുമ്പിലൊന്ന് സുജൂദ് ചെയ്താ മതി, ഞാൻ അല്ലാഹുവിലേക്ക് കേണയപേക്ഷിക്കാന്ന് പറഞ്ഞപ്പോ 220 വർഷം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്ത് കൊടുത്ത പാവപ്പെട്ട സൂഫിയായ പർശീസ ശൈത്താനിക്ക് മുമ്പിൽ അങ്ങ് സുജൂദ് ചെയ്തതോടുകൂടെ കാഫിറായിട്ടാണ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കള്ള് നമുക്ക് വേണ്ട, കള്ള് നമുക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, കള്ള് നമുക്ക് വേണ്ട. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ മറന്നുകൊണ്ടാണ് ഇന്ന് യുവാക്കൾ ജീവിച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ വെല്ലുവിളിക്കാവുന്ന രീതിയിലുള്ള ജീവിതമാ ഞങ്ങൾക്ക് ഇവിടെ. ആരെയും പേടിയില്ലാന്ന മട്ടിലെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് അല്ലാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ജീവിതമാ എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് അല്ലാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല, 1910 ലോകത്തിലെ ഏറ്റവും വലിയ നീളമുള്ള 260 മീറ്റർ നീളമുള്ള ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഭീമാകാരമായ ഒരു ടൈറ്റാനിക് എന്ന പേരുള്ള കപ്പൽ കടന്നു വന്നിരുന്നു. അല്ലാഹുവിനെ വെല്ലുവിളിച്ചിട്ടാ കടന്നു വന്നത്. ലോകത്തിൽ ഏതെങ്കിലും ഒരു ദൈവമുണ്ടെങ്കിൽ കൂടി ആ ദൈവത്തിനു കൂടി ഈ ടൈറ്റാനിക് എന്ന പേരുള്ള കപ്പലിനെ ഈ കപ്പലിനെ തകർക്കാൻ ആർക്കും പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് 1911 സുപ്രഭാതത്തിൽ കടന്നു വന്ന ആ പ്രിയപ്പെട്ട ടൈറ്റാനിക് എന്ന പേരുള്ള ഭീമാകാരമായ കപ്പൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല. അതിന്റെ ആദ്യത്തെ യാത്ര 1912 ഏപ്രിൽ 10 ആണെങ്കിൽ ഏപ്രിൽ 10 സുപ്രഭാതത്തിൽ ആ കപ്പലതാ യാത്ര തിരിക്കുകയാണ്. 5 ദിവസത്തെ യാത്രയാണുള്ളത്. ആളുകളെല്ലാം കള്ളുകുടിച്ചുകൊണ്ട് പെണ്ണ് പിടിച്ചുകൊണ്ട് തിമർത്താടിക്കൊണ്ട് യാത്ര ചെയ്യുകയാ. ഈ കപ്പലൊരിക്കലും പൊട്ടൂല, ഈ കപ്പലൊരിക്കലും ഒരു നാശവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോ ചില യാത്രക്കാര് കപ്പിത്താന്റെ അരികിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പറയുകയാണ്, ഈ കപ്പലൊരിക്കലും തകരൂല എന്ന് പറഞ്ഞിട്ടില്ലേ,
ഫൈവ് സ്റ്റാർ ലൈൻ എന്ന പേരുള്ള ലോകം കണ്ട ഏറ്റവും വലിയ കമ്പനി നിർമ്മിച്ച ടൈറ്റാനിക് അല്ലേ, ഇതൊരിക്കലും തകരൂലാന്നറിയില്ലേ? അതുകൊണ്ട് ഈ ഒരു വേഗത പോരാ, നിങ്ങൾ ജീവിതത്തിൽ ഇതേവരെ ആസ്വദിച്ചിട്ടില്ലാത്ത, നിങ്ങൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത കപ്പലിന്റെ മാക്സിമം സ്പീഡിൽ വിടുകാന്ന് പറഞ്ഞപ്പോ ടൈറ്റാനിക്കിലേക്ക് നിങ്ങൾ ഏറ്റവും വലിയ വേഗത നിങ്ങൾ കൂട്ടുകാന്ന് പറഞ്ഞപ്പോ ഒന്നാമത്തെ ദിവസത്തിനു ശേഷം പിന്നീടങ്ങ് വേഗതയാ അല്ലാഹുവിനെ മറന്നുകൊണ്ട് കള്ളിനിക്ക് കള്ള് പെണ്ണിനിക്ക് പെണ്ണെന്ന് പറഞ്ഞുകൊണ്ട് അർദ്ധരാത്രികത അല്ലാഹുവിനെ കൂക്കി വിളിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് 1914 അർദ്ധരാത്രി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. അർദ്ധരാത്രി 2 മണിക്ക് അല്ലാഹുവിന്റെ ഭീമാകാരമായ ഒരു മഞ്ഞമലയിൽ തകർന്നുകൊണ്ട് ആ മഞ്ഞമലയിലേക്ക് കൂട്ടിയിടിച്ചുകൊണ്ട് തകർന്ന് തരിപ്പണമായെങ്കില് ലോകത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് കടലിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് കൂപ്പുകുത്തിയെങ്കില് ടൈറ്റാനിക് ഈ ഭൂമിയിൽ നിന്ന് പുറപ്പെടുമ്പോ ആ 2000ഓളം വരുന്ന എത്രയോ 2000ഓളം വരുന്ന യാത്രക്കാർക്ക് വരും ടൈറ്റാനിക് എന്ന പേരുള്ള ഭീമാകാരമായ കപ്പലിൽ ബാക്കി നിന്നിരുന്നത് ഒരു 20 ലൈഫ് ബോട്ടുകൾ മാത്രമാ. ആ 20 ലൈഫ് ബോട്ടുകൾ വെച്ചപ്പോഴും പലരും കൂക്കി വിളിച്ചിരുന്നു, ഒരിക്കലും മുങ്ങാത്ത ടൈറ്റാനിക്കിനെന്തിനാ 20 ലൈഫ് ബോട്ടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചിരുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ മഞ്ഞുമലയിൽ തട്ടി പൊട്ടിത്തെറിച്ചപ്പോ ആ 20 ലൈഫ് ബോട്ടുകളിലേക്ക് എല്ലാവരും ചാടിക്കയറുകയാണ്. പക്ഷേ അല്പം ചില ആളുകളെ മാത്രമാ കയറി കൂടിയത്. തന്റെ പ്രിയപ്പെട്ട മാതാവ് മുങ്ങി മരിക്കുന്നുണ്ട്, പക്ഷേ ആർക്കും വേണ്ട. തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ അവിടെ നിന്ന് മുങ്ങി മരിക്കുന്നുണ്ട്, പക്ഷേ ആർക്കും വേണ്ട. ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. കപ്പിത്താൻ അവിടെ നിലവിളിക്കുന്നുണ്ട്, പക്ഷേ ആർക്കും വേണ്ടാത്ത ഒരു അവസ്ഥ. തന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് ഭാര്യമാര് അവിടെ നിന്ന് പിടഞ്ഞു മരിക്കുന്നുണ്ട്, പക്ഷേ തന്റെ ലൈഫ് ബോട്ടിലേക്ക് ആരും കയറ്റാൻ ശ്രമിക്കാത്ത ഒരു അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയുടെ ഒരു രൂപം കാണിച്ചു തന്നതാ. മഹ്ശറ എന്ന് പറയുമ്പോൾ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും തന്റെ ശരീരത്തെ പേടിച്ചുകൊണ്ട് നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന അവസ്ഥയാണെങ്കിൽ 1914 അർദ്ധരാത്രി 2 മണിക്ക് ടൈറ്റാനിക്കിൽ സംഭവിച്ചത് ഒരു യഥാർത്ഥ മത്സരയാണ് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളൊരു ജീവിതത്തിന് മുന്നിടല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി എന്ന പേരുള്ള മുൻ അമേരിക്കൻ പ്രസിഡന്റ് തന്റെ 24 മണിക്കൂറും തന്റെ ചുറ്റും ഇങ്ങനെ പരിവാരങ്ങൾ ഓടി നടക്കുകയാണ്. താൻ യാത്ര ചെയ്യുന്ന കാർ ബുള്ളറ്റ് പ്രൂഫ് യാത്രയാണ്, ബുള്ളറ്റ് പ്രൂഫ് കാറാണ്. തനിക്ക് ചുറ്റും എപ്പോഴും ഇങ്ങനെ പരിവാരങ്ങൾ തൂക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാ. അതുകൊണ്ട് എത്രയോ ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയ ഒരു വലിയ ഭീമാകാരമായ പരിപാടിയിൽ വെച്ച് ആ ജോൺ എഫ് കെന്നഡി എന്ന പേരുള്ള അമേരിക്ക മുൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയാ, ഐ ചലഞ്ച് മൈഡത്ത് ഞാൻ എന്റെ മരണത്തെ വെല്ലുവിളിക്കുകയാ. മരണത്തിനിക്ക് ഒരിക്കലും എന്നെ കീഴടക്കാൻ പറ്റൂല. കാരണം എന്റെ അരികിലുള്ളത് മുഴുവൻ പരിചാരകന്മാരാ, മുഴുവൻ പട്ടാളക്കാരാ. എന്റെ വാഹനമാണെങ്കിൽ ബുള്ളറ്റ് പ്രൂഫാ. അതുകൊണ്ട് ഐ ചലഞ്ച് മൈഡത്ത് ഞാൻ എന്റെ മരണത്തെ വെല്ലുവിളിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോ 24 മണിക്കൂറിന് മുമ്പ് അല്ലാഹു തിരിച്ചു വിളിച്ചു എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഐഹികമായ ജീവിതത്തിനു ശേഷം പാരത്രികമായ ഒരു ജീവിതമുണ്ടെന്ന് നിങ്ങൾ മറക്കല്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഈ പരിശുദ്ധമാകപ്പെട്ട സദസ്സ് ഇൻഷാ അല്ലാഹ് നാം ഇവിടെ ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് നാം ഇൻഷാ അല്ലാഹ് ഇവിടെ പിരിയും. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഈ വിനീതനടക്കം എൻ്റെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്നലെ വരെ ഞാൻ നിലനിർത്തിയിരുന്ന തെറ്റുകളിൽ നിന്ന് ഒരൊറ്റ തെറ്റെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ ദിവസത്തിന്റെ ഈ രാത്രിയോടുകൂടെ ഞാൻ ഉപേക്ഷിക്കുമെന്ന് ഉറപ്പുള്ളവരെന്ന് കൈപ്പൊക്കിയാട്ടെ, ഒന്ന് കൈപ്പൊക്കിയാട്ടെ. കൂലു തക്ബീർ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയാണ് നമ്മുടെ പരിപാടിക്ക് വിജയം.
എവിടെയാണ് നമ്മുടെ ഈ മതപ്രഭാഷണത്തിന് വിജയം? നാം ഒരു മാറ്റത്തിന് തയ്യാറാകും. അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ എത്രയോ ആളുകൾ ഇന്ന് കേരളക്കരയിൽ തന്നെ പ്രഭാഷണത്തിനുണ്ട്. അവരിങ്ങനെ കടന്നു വരും, പ്രഭാഷണം നടത്തും, അവര് പോകും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിനീതന്റെ പിതാവടക്കം എത്രയോ ആളുകൾ ഇന്ന് ആരുടെ മണ്ണിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് 5 മിനിറ്റോ 6 മിനിറ്റോ ഉണ്ടായേക്കാം. എനിക്ക് എൻ്റെ കോളേജിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ടായേക്കാം. പക്ഷേ നമ്മുടെ യഥാർത്ഥ വീട്ടിലേക്ക് ഒരൊറ്റ സെക്കൻഡ് മതി. പ്രിയപ്പെട്ടവരെ, പൊന്നുമക്കളെ, ഇന്നലെ വരെ ഉപ്പാന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്നിരുന്നു എങ്കിൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പേര് വരെ മാറ്റുകയാണ്. പൊന്നുമക്കൾ വരെ മയ്യത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അല്ലാഹു അപകട മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഇവിടെ ഉണ്ടായിരുന്ന ഷൗക്കത്ത് എന്ന പേരുള്ള പ്രിയപ്പെട്ട യുവകോമൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഖബറിടം വിശാലമാക്കുമാറാകട്ടെ, പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര പെട്ടെന്ന് ആ മരണം. കീശേരിയിൽ കഴിഞ്ഞ റബീഉൽ അവ്വലിലേക്ക് പ്രഭാഷണം കഴിഞ്ഞ് വരുമ്പോ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്റ്റേജിങ്ങിന് ഇറങ്ങി ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ 9 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോൻ എന്റെ ഈ വിരൽ തൂങ്ങുകയാണ്, വലത് കൈയിന്റെ ഈ ചൂണ്ടാവിരൽ തൂങ്ങുകയാണ്. പലരും എന്നോട് സലാം പറയുന്നുണ്ട്, പൊന്നുമക്കളുണ്ട്. ഞാൻ അവരുടെ തലയിൽ വെച്ച് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കടന്നു ചെന്ന് സലാമെല്ലാം അടുക്കി ചെല്ലുമ്പോ ഒരു 9 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോൻ എന്റെ കൈ പിടിക്കുകയാണ്. ഞാൻ എല്ലാവരെയും പോലെ സലാം അടക്കി വീണ്ടും കടന്നു ചെല്ലപ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോനന്റെ ഈ വിരൽ വിടുന്നില്ല, അവൻ പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ ദുആ ചെയ്യണേ, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തിട്ടില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ പൊന്നുമോന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ പൊന്നുമോന്റെ കണ്ണുകളെല്ലാം നിറഞ്ഞിട്ട് ആ പൊന്നുമോന്റെ കവിളിലൂടെ ചാലിട്ടേക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഉപ്പ മരണപ്പെട്ടു, ഉപ്പാക്ക് ക്യാൻസർ ആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ തന്നെ എത്രയോ ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്തുകൊണ്ട് പിരിയാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകില്ല പ്രിയപ്പെട്ടവർ, ഇൻഷാ അല്ലാഹ് ഉണ്ടാകൂല പ്രിയപ്പെട്ടവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബന്ധത്തെ സ്വർഗ്ഗത്തിന്റെ പടിവരെയുള്ള ബന്ധമാക്കി മാറ്റുമാറാകട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വേണ്ടി സമർപ്പിച്ച അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. പരിശുദ്ധമാക്കപ്പെട്ട ഈ ജീവിതത്തെ അല്ലാഹുവിന്റെ മാർഗത്തിനായി സമർപ്പിച്ച അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട യുവകോമളന്മാർക്ക് മാതൃകയാക്കാൻ പറ്റിയ ജീവിതമോ. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന കാലഘട്ടത്തിൽ ഏത് മതസ്ഥർക്കും അവരുടേതായ മതം പ്രചരിപ്പിക്കുവാനുള്ള സ്വതന്ത്രമുണ്ട്. ക്രിസ്ത്യാനിക്ക് വേണമെങ്കിൽ തന്റെ ക്രിസ്തു മതം പ്രചരിപ്പിക്കാം, ഹൈന്ദവനിക്ക് വേണമെങ്കിൽ തന്റെ മതം പ്രചരിപ്പിക്കാം, ഏത് മുസ്ലിമിനിക്ക് വേണമെങ്കിലും തന്റെ ഇസ്ലാം പ്രചരിപ്പിക്കാം. ഇങ്ങനെയുള്ള ഒരൊറ്റ കോംപ്രമൈസ് ജീവിതമാണ് ആ ഈജിപ്തിന്റെ ഭരണാധികാരി അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു കാഴ്ചവെച്ചിരുന്നത്. ഒരു ദിവസം ക്രിസ്ത്യാനികളെ കടന്നു വന്നുകൊണ്ട് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അംറേ, ഞങ്ങളുടെ ബിംബത്തിന്റെ, ഞങ്ങളുടെ ദൈവത്തിന്റെ മൂക്ക് ആരോ തകർത്ത് കളഞ്ഞു. അത് ചെയ്തത് നിങ്ങളിൽപ്പെട്ട മുസ്ലിമീങ്ങൾ മാത്രമാ. ഞങ്ങളുടെ ബിംബത്തിന്റെ മൂക്ക് തകർത്ത് കളഞ്ഞത് നിങ്ങൾ മാത്രമാ. നിങ്ങളുടെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആരോ ആണെന്ന് പറഞ്ഞപ്പോ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അവരോടായി ചോദിക്കുകയാ, അതിനൊക്കെ പകരമായി ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്?
അവര് പറഞ്ഞു, അമ്രേ, ഞങ്ങളുടെ ദൈവത്തിന്റെ മൂക്ക് ആരോ തകർത്ത് കളഞ്ഞതിനാ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ വാരിപ്പളരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകനല്ലേ, ലോകത്തിന്റെ നേതാവെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകനല്ലേ, ആ പ്രവാചകന്റെ ബിംബമുണ്ടാക്കി തരുക, എന്നിട്ട് അതിന്റെ കൈകാലുകളെ വെട്ടിയിട്ട് ഈജിപ്തിന്റെ മണ്ണിൽ ഞാനും ഒന്ന് സന്തോഷിക്കട്ടെ, ക്രിസ്ത്യാനികളായ ഞങ്ങളും ഒന്ന് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അമ്രവിഹാസ്വദികളാകുന്ന പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയോ, എന്തോ നിങ്ങൾ ഈ പറയുന്നത്? എന്റെ പരിശുദ്ധമായ പ്രവാചകന്റെ ബിംബമുണ്ടാക്കി തരാനോ, എന്നിട്ട് അതിന്റെ കൈവെട്ടി അതിന്റെ കാല് വെട്ടി ഈജിപ്തിന്റെ മണ്ണിൽ നിങ്ങൾ സന്തോഷിക്കാനോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, അമ്രേ, വേണമെങ്കിൽ മതി അമ്രേ, ഇല്ലെങ്കിൽ ഞങ്ങൾ തോന്നിയ പോലെ നാട്ടിൽ നടക്കുമെന്ന് പറഞ്ഞപ്പോ അവരോടായി ചോദിക്കുകയാ, എന്റെ പരിശുദ്ധമായ പ്രവാചകന്റെ ബിംബത്തിനിക്ക് പകരം നിങ്ങൾക്ക് ജീവനുള്ള ഹൃദയമിടിപ്പുള്ള ഒരാളെ മതിയോ, ജീവനുള്ള ഹൃദയമിടിപ്പുള്ള ഒരു ശരീരം മതിയോ? അവര് ചോദിക്കുകയാണ്. അവര് പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അമ്രേ, അതിന് മാത്രം തയ്യാറുള്ള ആരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിന്റെ ഈ സദസ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഭൂമിയിൽ രണ്ടേ രണ്ട് സ്വർഗമുള്ളൂ, അതിൽ ഒന്നാമത്തത് മാബൈന ബൈത്തി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ മിമ്പറിന്റെയും എന്റെ വീടിന്റെയും ഇടയിലുള്ള സ്ഥലം. എന്നാൽ രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞത് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, അറിവിന്റെ മജ്ലിസ്, അത് സ്വർഗത്തിന്റെ ഭൂമിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ സദസ്സിലേക്ക് നിങ്ങളുടെ അരികിലേക്ക് മാലാഖമാര് കടന്നു വരും. നിങ്ങൾ അവരെ നല്ല ഒരു സംഖ്യ കൊണ്ട്, നല്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സംഖ്യ കൊണ്ട് നിങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കുക. ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കറിയാലോ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സ് എന്ന് പറയുന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 40 ആളുകൾ കൂടിയ അതിലൊരു വലിയുണ്ട് എന്നാണ്. അതുകൊണ്ട് ഈ ദുആ ചെയ്യുന്ന വിനീതന്റെ ദുആ സ്വീകരിച്ചില്ലെങ്കിലും ആ വലിയന്റെ ആമീൻ സ്വീകരിച്ച നമ്മൾ രക്ഷപ്പെട്ടില്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകുമാറാകട്ടെ. നല്ല ഒരു സംഖ്യ കൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും അറിയാലോ, നിങ്ങളിടുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ്. ഈ ബക്കറ്റ് പിരിവുമായി വരുമ്പോൾ അധിക ആളുകളുടെയും പതിവ് ഈ ശരിയിരിക്കുന്ന ഏറ്റവും ചെറിയ നോട്ടിട്ട് കൊടുക്കും, 10 രൂപ അല്ലെങ്കിൽ 5 രൂപ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അക്കൗണ്ടിലേക്കാണ് ഇടുന്നത് എന്ന ബോധത്തോടു കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ ഖബറിടത്തിൽ, നമ്മുടെ ഖബറിടത്തിൽ സദഖക്ക് ഒരു രൂപം നൽകിക്കൊണ്ട് അല്ലാഹു അയക്കുമെന്നാണ്. അതിന് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകും. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ക്രിസ്ത്യാനികൾ വന്നുകൊണ്ട് കാര്യം പറഞ്ഞപ്പോൾ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അവരോടായി ചോദിച്ചു, എന്റെ പ്രവാചകന്റെ ബിംബത്തിനിക്ക് പകരം ഹൃദയമിടിപ്പുള്ള ശരീരമുള്ള ഒരു ശരീരം നിങ്ങൾക്ക് മതിയോ? അവര് കളിയാക്കിക്കൊണ്ട് അതിന് മാത്രം തയ്യാറുള്ള ആരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളതെന്ന് ചോദിച്ചപ്പോ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അവരോടായി പറയുകയാ, അതിന് എന്റെ പ്രവാചകന്റെ ബിംബത്തിനിക്ക് പകരം നിങ്ങൾക്ക് വെട്ടിമുറിക്കാൻ എന്റെ ശരീരം തന്നെ നിങ്ങൾ തെരഞ്ഞെടുത്തോ. എന്നിട്ട് എന്റെ പ്രവാചകന്റെ കൈ വെട്ടുന്നതിന് പകരം എന്റെ കൈ നിങ്ങൾ വെട്ടിക്കോ, എന്റെ കാല് നിങ്ങൾ വെട്ടിക്കോ. എന്റെ പ്രവാചകന്റെ ബിംബത്തിന് നിങ്ങൾ ഈജിപ്തിന്റെ മണ്ണിൽ വെച്ച് സന്തോഷിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ കൈകാലുകൾ വെട്ടിയിട്ട് ഈജിപ്തിന്റെ മണ്ണിൽ നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടു കൂടെ ഒരു ദിവസം നിശ്ചയിച്ചു കൊണ്ടവരെ മടങ്ങുകയാ. അങ്ങനെ അതാ നിശ്ചയിക്കപ്പെട്ട ദിവസം വന്നപ്പോ ഇതുപോലെ കെട്ടിപ്പൊക്കിയ ഒരു സ്റ്റേജിലാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകാലുകളെല്ലാം ബന്ദിയാക്കിയിട്ട് ഇതുപോലെ ഒരുക്കപ്പെട്ട സ്റ്റേജിൽ ഇങ്ങനെ കൈകാലുകൾ ബന്ദിയാക്കിയിട്ട് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്.
മുസ്ലിമീങ്ങളെല്ലാം അല്ലാഹുവിനോട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് കണ്ണിരുകി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ അമ്രനെ നീ തിരിച്ചു വിളിക്കല്ലേ അല്ലാ, ഞങ്ങളുടെ അമ്രനെ നീ തിരിച്ചു വിളിക്കല്ലേ റബ്ബാനേ. പെട്ടെന്നതാ ക്രിസ്ത്യാനികളിൽ നിന്ന് ഒരു ആരാചാര കടന്നു വന്നുകൊണ്ട് അമ്രുവിന്റെ നേരേക്ക് ഒരു മൂർച്ചയേറിയ വാളുമായി കടന്നു ചെല്ലുകയാ. മുസ്ലിമീങ്ങളെല്ലാം പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലോ, ഞങ്ങളുടെ അമ്രീരുൽ മുഅ്മിനീനെ നീ തിരിച്ചു വിളിക്കല്ലേ അല്ലോ, ഞങ്ങളുടെ നേതാവിനെ നീ തിരിച്ചു വിളിക്കല്ലേ അല്ലോ. എത്രയോ വലിയ അണ്ണനെയും മടകോടനെയും തോൽപ്പിച്ചവനാണ് ആ ആരാചാർ. എത്രയോ വലിയ ധിക്കാരികൾ വരെ കുശലമില്ലാതെ തലവെട്ടിയവനാണവൻ. പക്ഷേ മരിക്കാനുള്ള ആവേശം കാരണത്താ, മരിക്കുവാനുള്ള ആർജവം കാരണത്താ മരണമേതായാലും ഒന്നല്ലേ, അതെന്റെ പ്രവാചകന്റെ പേരിൽ മരിക്കുന്നതിനേക്കാ മറ്റൊരു സന്തോഷമില്ലാതെ മനസ്സിലാക്കിയിട്ട് ആവേശത്തോടുകൂടെ ആർജവത്തോടുകൂടെ തല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചത് കണ്ടപ്പോ ആരാചാർ പോലും തെറ്റിപ്പോവുകയോ. എത്രയോ വലിയ ധിക്കാരികൾ വരെ കണ്ടിട്ടുണ്ട്. പക്ഷേ മരിക്കാൻ ആഗ്രഹമുള്ള, മരിക്കാൻ ആർജവമുള്ള, മരിക്കാൻ കൊതിക്കുന്ന ഒരുത്തനെയും ഇതുവരെ ആരാചാർ കണ്ടിട്ടില്ല. അമ്രുവിന്റെ ഈ ആവേശവും ഈ ആർജവും കണ്ടപ്പോ തന്റെ കയ്യിലിരിക്കുന്ന പടവാള് പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അമ്രുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുകയോ, നിങ്ങളുടെ പ്രവാചകനെ ഇത്രമാത്രം സ്നേഹിക്കോ മാത്രം നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് എന്താ ചെയ്തു തന്നത്? ആ പ്രവാചകനെ എനിക്ക് തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ സാധന തീരത്തിലേക്ക് കടന്നു വന്നു. എങ്കിൽ ഒരാൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നൂറുകണക്കിന് ക്രിസ്ത്യാനികൾ ഒരേ സമയം മുസ്ലിമായെങ്കിൽ അതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വേണ്ടി പരിശുദ്ധമായ ജീവിതം സമർപ്പിക്കാം, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കാം തയ്യാറാകേണ്ടേ പ്രിയപ്പെട്ടവരെ. ഉഹദിന്റെ രണാകളത്തിൽ വെച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകന്റെ വഫാത്ത് വാർത്ത അറിഞ്ഞുകൊണ്ട് ഖുറൈശികളിൽ നിന്ന് ആരൊക്കെയോ വിളിച്ചു പറയുകയാണ്, മുഹമ്മദ് മരണപ്പെട്ടു, മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്നുള്ള അപവാദങ്ങൾ ഉയർന്നപ്പോ ധാരാളം സ്വഹാബികൾ തിരികെ ഓടുകയാ. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഖുറൈശികൾ 30ഓളം വരുന്ന ഖുറൈശികൾ ലോകത്തിന്റെ നേതാവിന്റെ ചുറ്റും ഇങ്ങനെ വട്ടമിട്ടുകൊണ്ട് അമ്പ് വെക്കാൻ തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അരികിലിരുന്ന സ്വഹാബി ആരെന്നറിയോ? സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഇങ്ങനെ ഖുറൈശികൾ വട്ടമിട്ട് വളഞ്ഞിരിക്കുന്നത് കണ്ടപ്പോ സഅദ് ഇബ്നു റബീഅ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനിക്ക് ചുറ്റും ചീറ്റപ്പുലിയെ പോലെ ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനിക്ക് ചുറ്റും ഇങ്ങനെ ഓടുകയാ. ഖുറൈശികൾ അമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലോകത്തിന്റെ നേതാവ് ഒന്നും അറിയുന്നില്ല. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ അവസാനം മരിക്കാൻ സമയമായപ്പോ, ഖബറടക്കാൻ സമയമായപ്പോ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയപ്പോ 80 മുറി കാരണത്താലാ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. 80 മുറി കാരണത്താലാ സഅദ് ഇബ്നു റബീഅ തങ്ങളെ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ഞാൻ തയ്യാറാകണേ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഈ സദസ്സിനോട് ഒന്നടങ്കം ഞാൻ മാപ്പപേക്ഷിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവര്, കഴിഞ്ഞ ദിവസത്തെ പരിപാടി കാരണത്താ ശബ്ദത്തിന് അല്പം ഒരു ഇടർച്ചയുണ്ട്. നിങ്ങളോട് ഏവരോടും ഞാൻ മാപ്പപേക്ഷിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതമാണ്, ലോകം കണ്ട ഏറ്റവും വലിയ സത്യമാണ്. ശാസ്ത്രലോകം സൂര്യൻ കറങ്ങുന്നു എന്ന് പറയാൻ ഗലീലി എന്ന് പേരുള്ള ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ ബലി നൽകിയെങ്കിൽ 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുർആനിലൂടെ ഓതിക്കൊടുത്തു, പരിശുദ്ധമായ സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ കറങ്ങുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു. ആ പരിശുദ്ധമായ ഖുർആനിൽ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ, ഈ പരിശുദ്ധമായ ഖുർആനിൽ
മനുഷ്യലോകത്തോട് പറയുകയാണ്, വലക്കത് കറംന ബനി ആദമ, തീർച്ചയായും ആദം സന്തതികളെ മനുഷ്യകുലത്തെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ട് അതേ ഖുർആൻ തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട നിർദിഷ്ടമായ മനുഷ്യലോകത്തെ കുറിച്ച് പറയുകയാണ്, ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ. വലക്കത് കറംന എന്ന് പറഞ്ഞ നാം തീർച്ചയായും ബഹുമാനിച്ചിരിക്കുന്നു എന്ന് ഇതേവരെ സത്യം പറഞ്ഞിട്ടുള്ള ഖുർആൻ പറഞ്ഞുവെങ്കിൽ അതേ ഖുർആനിൽ തന്നെ പറയുകയാണ്, ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ. ഈ മനുഷ്യലോകം എന്ന് പറയുന്നത് അത് മൃഗത്തിനോട് തുല്യമാണ്, പക്ഷേ പോരാ, ബൽ ഹും അദൽ, ആ മൃഗത്തിനേക്കാൾ അധപതിച്ചവരാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയാൻ കാരണം എന്താ പ്രിയപ്പെട്ടവര്? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് 9 വയസ്സ് മാത്രം പ്രായമുള്ള, അല്ലെങ്കിൽ തന്റെ 10 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് തന്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നികൃഷ്ടമായ സമൂഹമല്ലയോ പ്രിയപ്പെട്ടവര്? ഇവിടെ അടുത്തു പോലും പത്രത്തിൽ നാം ഒരു വാർത്ത വായിക്കുകയുണ്ടായി, ഐഫോണിന് വേണ്ടി മാതാവിനിക്ക് നൽകിയ പാലില് വിഷം കലർത്തി കൊടുത്തു. പൊന്നുമോളെ പിടിച്ചപ്പോ പൊന്നുമോള് പറഞ്ഞു, ഉമ്മാടെ അടുത്തുള്ള ഐഫോൺ എനിക്ക് ലഭിക്കാൻ വേണ്ടി ഉമ്മാനെ ഞാൻ കൊല്ലാൻ തീരുമാനിച്ചതായിരുന്നു. തന്നെ പ്രിയപ്പെട്ട് നൊന്ത് പ്രസവിച്ച മാതാവിന്റെ അടിവയറ്റിലേക്ക് കഠാരി ഇറക്കുന്ന നികൃഷ്ടമായ സമൂഹത്തെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ വിളിക്കുന്നത് ഉലൈക കൽ അൻആം ബൽ ഹും അദൽ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നാം ഇവിടെ ദുആ ചെയ്ത് പിരിയാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഈ പരിശുദ്ധമായ സദസ്സിന്റെ പുണ്യവും ഈ പരിശുദ്ധമായ ഈ ഒരു സദസ്സിന്റെ ഉദ്ദേശവും നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. മയ്യത്ത് പരിപാലനം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് പരലോകമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ മനുഷ്യനൊരു കിളിയെ പോലെയാണ്. ആ കിളി ഒരു മരത്തിൽ വന്നിരിക്കുന്നു, അല്പസമയം ഇവിടെ വിശ്രമിക്കുന്നു, വീണ്ടും പറന്നു പോകുന്നു. അതുപോലെയാണ് മനുഷ്യൻ. അവന്റെ യഥാർത്ഥ ജീവിതം ആഖിറമാണ്. അവിടെ നിന്ന് അവൻ കടന്നു വന്നതാണ്. ഈ ദുനിയാവെന്ന് പറയുന്നത് അവന്റെ മരം മാത്രമാണ്, മരച്ചില്ല മാത്രമാണ്. ആ മരത്തിന്റെ അടിയിൽ അവൻ ഇങ്ങനെ ഒന്ന് തണലൊന്ന് നിൽക്കും. അവൻ ആ ക്ഷീണം കഴിഞ്ഞാൽ വീണ്ടും യാത്ര ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്രയെ സൗകര്യമുള്ള യാത്രയാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, മുവഫഖ് എന്ന പേരുള്ള പാവപ്പെട്ട യാചകൻ, മുവഫഖ് എന്ന പേരുള്ള പാവപ്പെട്ട ചെരുപ്പുകുത്തിയായിരുന്ന പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. മുവഫഖ് എന്ന പേരുള്ള പാവപ്പെട്ട ചെരുപ്പുകുത്തിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകന്റെ റൗദാ ശരീഫ് ഒന്ന് കാണാ, അല്ലാഹുവിന്റെ കഅബാലയത്തിൽ ചെന്നുകൊണ്ടെന്ന് ഹജ്ജ് ചെയ്യാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകന്റെ റൗദാ ശരീഫ് ഒന്ന് സന്ദർശിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാ. എത്രയോ വർഷമായിട്ട് കൊതിച്ച മുവഫഖ് എന്ന പേരുള്ള ചെരുപ്പുകുത്തിയായ മനുഷ്യനെ നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയില്ല. തനിക്ക് ചെരുപ്പുകുത്തി ലഭിക്കുന്ന അല്പം ചില ദീനാറുകളിൽ നിന്ന് ഒരു ഭാഗം മാത്രം അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകന്റെ റൗദാ ശരീഫിലേക്ക് ഇതെന്റെ പ്രവാചകനിക്കുള്ളതോ, ഇതെന്റെ പ്രവാചകനെ കാണാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ റൗദാ ശരീഫിലേക്ക് കടന്നു ചെല്ലാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് ലഭിക്കുന്ന അല്പം ദീനാറുകളിൽ നിന്ന് ഒരു തുണ്ടം മാത്രം തന്റെ കുടുംബത്തിന് നൽകിയിട്ട് പാവപ്പെട്ട മുവഫഖ് എന്ന പേരുള്ള ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ ജീവിക്കുകയാ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ പാവപ്പെട്ട മിസ്കീനായ ഫക്കീറായ പാവപ്പെട്ട ആ അടിമയുടെ സംഭാരങ്ങൾ കൂട്ടി നോക്കുമ്പോ അല്ലാഹുവിന്റെ ഹജ്ജിലേക്ക് മാത്രമുള്ള അല്ലാഹുവിന്റെ കഅബാലയത്തിൽ ചെന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാ മാത്രം പാകമുള്ള പണമായി തീരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരതാ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്, മുവഫഖേ, അങ്ങ് ഇനി ഹജ്ജ് കർമ്മത്തിനു വേണ്ടി അങ്ങ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ ഈ പ്രിയപ്പെട്ട ഭാര്യയുടെ അവസാനത്തെ വാക്കൊന്ന് നിങ്ങൾ കേൾക്കുമോ? ഇനി നിങ്ങളുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല, ഞാനുണ്ടാകുമോ എന്ന് നിങ്ങൾക്കും അറിയില്ല. അതുകൊണ്ട് ഈ പാവപ്പെട്ട ഈ ഭാര്യയുടെ ഒരൊറ്റ അപേക്ഷയെങ്കിലും നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോ
മുവഫക്ക് സന്തോഷത്തോടു കൂടെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ വാക്കുകൾ കേട്ടുകൊണ്ട് പൊട്ടിത്തിരിക്കുകയാ. ആ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞത് എന്താണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട മുവഫക്കെ, ഞാനൊരു ഗർഭിണിയാണ്, എനിക്കല്പം ഇറച്ചിക്കറി നൽകാൻ നിങ്ങൾ കൊണ്ടുവരുമോ? എനിക്കല്പം ഇറച്ചിക്കറി നിങ്ങൾ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചപ്പോ ആ പാവപ്പെട്ട മുവഫക്ക് പറയുകയാ, നിനക്കറിയൂല പെണ്ണ്, നിനക്കറിയൂല പെണ്ണ്, എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ചെരുപ്പ് കുത്തി ഉണ്ടാക്കുന്ന, ഞാൻ ചെരുപ്പ് കുത്തി എനിക്ക് ലഭിക്കുന്ന അല്പം ചില ദീനാറുകളിൽ നിന്ന് അല്ലാഹുവിന്റെ റൗള ശരീഫിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി, അല്ലാഹുവിന്റെ റൗള ശരീഫിലേക്ക് കടന്നു ചെല്ലിട്ട് സലാം പറയാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരുന്ന ദീനാറല്ലാതെ മറ്റൊന്നും എന്റെ അരികിലില്ലാതെ നിനക്കറിയൂല പെണ്ണ്. അതുകൊണ്ട് ഞാൻ അല്പം ഒന്ന് ഇറച്ചി നിനക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവരാത്തുന്ന, പിന്നെ ഞാൻ എങ്ങനെയാ ഹജ്ജിനിക്ക് പോകുക എന്ന് ചോദിച്ചപ്പോ ഓ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാ, മുവഫക്കിന്റെ ഭാര്യ പറയുകയാണ്, മുവഫക്കേ, അടുത്ത വീട്ടിൽ നിന്ന് ഇറച്ചിക്കറിയുടെ മണം കാരണത്താലാ ഇത്രയേറെ ആശ എനിക്കുണ്ടാകാൻ കാരണം. അതുകൊണ്ട് നിങ്ങളൊന്ന് അടുത്ത വീട്ടിലേക്ക് ഈ പാത്രവുമായി കടന്നു ചെല്ലുക. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോക്ക്, എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് അല്പം ഇറച്ചിക്കറി തരുമോ എന്ന് ചോദിക്കുമോ? പാത്രവുമായി തന്റെ അയൽവാസിയുടെ അരികിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇറച്ചിക്കറി തരാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ അവിടെ അടുക്കളയിലെ പാചകം ചെയ്യുന്ന ആ സ്ത്രീ വിളിച്ചു പറയുകയാണ്, മുവഫക്ക്, ഈ ഭക്ഷണം നിങ്ങൾക്ക് ഹറാമും ഞങ്ങൾക്ക് ഹലാലുമാണ്. മുവഫക്ക്, ഈ ഭക്ഷണം ഞങ്ങൾക്ക് ഹലാലാണ്, പക്ഷേ നിങ്ങൾക്ക് ഹറാമാണ് മുവഫക്ക് എന്ന് പറഞ്ഞപ്പോ മുവഫക്ക് അത്ഭുതപരതന്ത്രനായിക്കൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് പെണ്ണെ നീ പറയുന്നത്? ഞാനും നീയോ മുസ്ലിമല്ലയോ? പിന്നെ എങ്ങനെയാ എനിക്ക് ഹറാമും നിങ്ങൾക്ക് ഹലാലുമെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് തന്റെ കഥ പറയാ തുടങ്ങുകയാണ്. മുവഫക്ക്, നിങ്ങൾക്കറിയൂല പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടിട്ട് വർഷങ്ങളായി. ആ വർഷങ്ങൾക്ക് ശേഷം എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ നോക്കുന്നത് ഞാനാ. ഇപ്പൊ എന്റെ പൊന്നുമക്കളെ ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. മുവഫക്ക്, അവര് ഒന്നുമില്ലാതെ വയറൊട്ടി നിന്നുകൊണ്ട് പൊട്ടി കരയുകയാണ്. ഭക്ഷണമില്ലാതെ പൊട്ടി കരയുന്ന തന്റെ പൊന്നുമക്കള് കൈകാലിട്ടടിച്ച് തലയിട്ടടിച്ച് ഇങ്ങനെ കെട്ടിപ്പറയുമ്പോ അവര് വാവിട്ട് കരയുമ്പോ സഹിക്കുകയാണ്. ഞാനൊന്ന് മരുഭൂമിയിലൂടെ നടന്നു. മുവഫക്ക്, പെട്ടെന്നതാ അകലെ ദൂരെ ചില പക്ഷികൾ ഇങ്ങനെ പാറിക്കടിക്കുന്നത് കണ്ടപ്പോ ആ പക്ഷികളുടെ അരികിലേക്ക് ഞാനൊന്ന് ചെന്ന് നോക്കുമ്പോ അവിടെ ചത്തുകിടക്കുന്ന കോവർ കൈതയുണ്ട്. മുവഫക്ക്, ഞാൻ വീട്ടിലേക്ക് ഓടിയിട്ട് കത്തിയെടുത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്തുകൊണ്ട് പറയുകയാ, മരിക്കാ സമയമാകുമെന്ന് ഉറപ്പാകുമ്പോ, പട്ടിണി കാരണം മരിക്കുമെന്ന് ഉറപ്പാകുമ്പോ, നജസാണെങ്കിലും ഹലാലല്ലയോ, ചത്ത ശവമാണെങ്കിലും അത് ഹലാലല്ലയോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ മരിക്കുമെന്ന് ഉറപ്പായപ്പോ ഞാൻ കത്തിയെടുത്തുകൊണ്ട് ചത്തുകിടക്കുന്ന കോവർ കൈതയുടെ തുടഭാഗം മുറിച്ചെടുത്തു. മുവഫക്ക്, ആ ഇറച്ചിയാണ് ഞാൻ ഇവിടെ പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി പറയുക, ഇത് നിങ്ങൾക്ക് ഹറാമും ഞങ്ങൾക്ക് ഹലാലുമല്ലയോ എന്ന് പറഞ്ഞപ്പോ മുവഫക്ക് തന്റെ വാർത്ത കേട്ടുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് താൻ വർഷങ്ങളായി കൊണ്ട് സ്വീകരിച്ചിരുന്ന, തനിക്ക് ചെരുപ്പ് കുത്തിക്കൊണ്ട് എത്രയോ വലിയ പണക്കാരികൾ തനിക്ക് നൽകുന്ന ചെരുപ്പുകൾ കുത്തിക്കൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന പണസഞ്ചിയിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗള ശരീഫിലേക്കൊന്ന് സലാം ചൊല്ലാൻ കഅബാലയത്തിൽ ചെന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വർഷങ്ങളായി സംഭരിച്ചിരുന്ന ആ പണക്കി കൊണ്ടുപോയി തന്റെ പ്രിയപ്പെട്ട അയൽവാസിയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. വർഷങ്ങളായിട്ട് താൻ ഒരു കൂട്ടിയ ദീനാറുകളാ. ആ ദീനാറിന്റെ സഞ്ചി എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗള ശരീഫിലേക്ക് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ജീവിതകാലത്ത് ഈ മുവഫക്കിന് അങ്ങയുടെ റൗള ശരീഫ് കാണാൻ ഭാഗ്യമില്ല നബിയേ. ജീവിതകാലത്ത് അങ്ങയുടെ കൂടെ ഒന്ന് അങ്ങയോടൊന്ന് സങ്കടം പറയാ എനിക്ക് ഭാഗ്യമില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റൗള ശരീഫിലേക്ക്, പ്രവാചകന്റെ റൗള ശരീഫിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് മുവഫക്ക് തന്റെ അയൽവാസിയുടെ അരികിലേക്ക് കടന്നു ചെല്ലുകയാ.
അത് പറഞ്ഞുകൊണ്ട് മുവഫഖ് അതാ തന്റെ പ്രിയപ്പെട്ട അയൽവാസിയുടെ അരികിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നജ്ജിനിക്ക് വേണ്ടി ഊരി വെച്ചിരുന്ന നജ്ജിനിക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന പണക്ക് ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നൽകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സംഭവിച്ചതെന്താണെന്നറിയണ്ടേ? ആ വർഷം ഹജ്ജ് ചെയ്ത ഹാജിമാരുടെ എത്രയോ ആളുകളുടെ എത്രയോ ഹാജിമാരുടെ ഹജ്ജ് ന്യൂനത കാരണം അല്ലാഹു സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ ഈ പാവപ്പെട്ട ചെരുപ്പ് കുത്തിയായ ഫക്കീറായ ഈ പാവപ്പെട്ട മിസ്കീനായ മുവഫഖിന്റെ സദഖ കാരണത്താ ഈ മുവഫഖിന് അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അല്ലാഹുവിന്റെ അടുക്കൽ ഹാജിയായി കൊണ്ട് പ്രഖ്യാപിക്കുകയാ. ഓരോ പ്രിയപ്പെട്ടവരെ, ആ വർഷം ഹജ്ജ് ചെയ്തിരുന്ന ന്യൂനത കാരണത്താ സ്വീകരിക്കപ്പെടാത്ത ഹജ്ജുകളെല്ലാം ഈ പാവപ്പെട്ട മുവഫഖിന്റെ സദഖ കാരണത്താ അല്ലാഹു സ്വീകരിച്ചിരുന്നു എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നാം ഒന്ന് മാറണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിനീതനിക്ക് നീട്ടാൻ വളരെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ ശബ്ദം എന്നെ അനുവദിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതിരിക്കില്ല. ഈ അർദ്ധരാത്രി വരെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഏകനായ പടച്ചറബ് ഇതെല്ലാം സ്വീകരിക്കുമെന്ന ഒരേ ഒരു ആശയോടുകൂടെ അവർ ഇരിക്കുകയാണ്. റഹ്മാനെ, ഈ അറിയുന്നവനാണ് അല്ലാഹ്. ഓരോരുത്തരെ ഇവിടെ ഇരുത്തുന്നത് അവരുടേതായ